സ്കെയിലിംഗിൽ ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആർ ഓൺലി പർച്ചേസിങ് വൺ ടൈം ഓർ ദേ ആർ നോട്ട് ബ്രിങ്ങിങ് അതർ. വിന്നിങ് ആഡ്സ് മാത്രമേ നമ്മളുടെ ഈ മെയിൻ ക്യാമ്പയിനിൽ ഉണ്ടാവുള്ളൂ. ഈ വിന്നിങ് ആഡ്സ് ഇപ്പം നമ്മൾ ഈ ഒളിമ്പിക്സിലെ ഫൈനൽ മത്സരം പോലെ ആയിരിക്കും. കുറേ കോമ്പറ്റീഷൻസിൽ വിന്നേഴ്സ് മാത്രമായിരിക്കും ഇതിൽ ഫൈനലിൽ വരും. ഈ വിന്നേഴ്സാണ് ടൈറ്റ് ഫ്രെയിമിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ക്യാമ്പയിൻ ഉണ്ടല്ലോ, 80% ആഡ് സ്പെൻഡ് ചെയ്യുന്ന ആ ക്യാമ്പയിന് നല്ല രീതിയിലുള്ള ലീഡ്സും തരും. അത് ക്വാളിറ്റി ടേംസിലും ബെറ്റർ ആയിരിക്കും. മേ ബി വെരി റീസെൻ്റ് ആയിട്ട് ഇമാൻ ഗാഡ്സ് എന്ന് പറഞ്ഞ ആൾ ഒരു ആഡ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ബേസിക്കലി ഒരു 3 days വർക്ക്ഷോപ്പാണ്, ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നതിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ്. പുള്ളി ചെയ്തിട്ടുള്ള കാര്യം, പുള്ളിയുടെ എന്താണ് പ്രോഗ്രാം അറിയാൻ വേണ്ടി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ആഡ് കണ്ടതിന് ശേഷം വരുന്ന എല്ലാം എനിക്കിപ്പം ഷോർട്ട് വീഡിയോ ആഡ്സ് ആണ്. മെറ്റ ഈസ് ഗോണ മേക്ക് മാർക്കറ്റിംഗ് സോ ഈസി. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മെറ്റൻ്റെ അടുത്ത് പറയും, ഐ ആം റെഡി ടു സ്പെൻഡ് ദിസ് മച്ച് എമൗണ്ട് ടു അക്വയർ 1 customer. ബാക്കി ക്രിയേറ്റീവ്സ് കുഡ് ബി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ്. ഇപ്പോൾ ആ ഫീച്ചർ ഗൂഗിൾ ആഡ്സിലുണ്ട്, മെറ്റയിലില്ല. മെറ്റയിലുണ്ട്, സ്ലൈറ്റ് വേർഷനാണ്. അപ്പം പെർഫോമൻസ് മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള സ്ഥലങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. 10 ബിൽബോർഡ്സ് തമ്പാനൂരും വെച്ചു. അതേ സമയത്ത് തന്നെ നമ്മൾ ഈ ട്രിവാൻഡ്രം സർക്കുലേറ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പറിൽ 5 ദിവസം ഫ്രണ്ട് പേജ് ആഡ്സും വാങ്ങിച്ചു. റവന്യൂ സ്പൈക്കപ്പ് ചെയ്തു. പക്ഷെ നമുക്കൊരിക്കലും അറിയില്ല ഏത് ആടെന്നാ വന്നതെന്ന്. അപ്പം എവിടുന്നാ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആടൊക്കെ കൊണ്ട് ഓഡിറ്റ് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഇപ്പോൾ ഇതിൽ മെയിൻലി 3 പാർട്സാണ് ഉള്ളത്. ഓഡിറ്റ് ചെയ്യേണ്ട 3 ഏരിയാസാണുള്ളത്. അപ്പം നെസസറി ആയിട്ട് ഓഡിറ്റ് ചെയ്യേണ്ട 2 പാർട്സാണുള്ളത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ആമസോണിൽ പറയുന്ന ഒരു കണക്കുണ്ടായിരുന്നു. ലൈക്ക് അവരുടെ വെബ്സൈറ്റ് സ്പീഡ് 1 സെക്കൻഡ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, 1 സെക്കൻഡ് അവർ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ, പേജ് ലോഡ് ടൈം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് $1 ബില്യൺ റവന്യൂയിൽ നഷ്ടം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത്രയേ ഉള്ളൂ നമ്മുടെ അറ്റൻഷൻ. മെയിൻ ആളുകൾ വീഡിയോ കാണും, ഒരു 20 സെക്കൻഡ്സ് കാണും, സ്കിപ്പ് ചെയ്തു പോകും. പക്ഷെ പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ടച്ച് നോക്കുന്ന സമയത്ത്, അതായത് ലെറ്റ്സ് ഇങ്ങനെ ആയിരിക്കാം ഫൈനലി ഒരാൾ ലീഡായിട്ടുണ്ടാവാം. ഒരു വീഡിയോ കണ്ടു, അതിനുശേഷം സ്റ്റോറീസിലൊരു ഇമേജ് കണ്ടു, ദെൻ മേ ബി റീൽസിലൊരു ഇമേജ് കണ്ടു. എപ്പോഴും ക്രിയേറ്റീവ് ഡൈവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ കുറച്ച് കോസ്റ്റ് പെർ ലീഡ് കിട്ടുന്നതൊക്കെ വീഡിയോ ആഡ്സിലാണ്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെയ്ഡ് ക്യാമ്പയിൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുന്നേ വർക്ക് ചെയ്ത കുറച്ച് കമ്പനികളിൽ കംപ്ലീറ്റ് പെയ്ഡ് ക്യാമ്പയിനിൽ ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ, ദ മൊമെൻറ്റ് യു സ്റ്റോപ്പ് സ്പെൻഡിങ് മണി, യുവർ കമ്പനി ഇസ് ഗോണ കൊളാപ്സ്. 15 ROAS ബേസിക്കലി 15 ROAS എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊജക്റ്റ് കൊടുക്കാനേ പാടില്ല. കാരണം അത് ഇമ്പോസിബിൾ ആണ്. അവർക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവർ ചെറിയ എമൗണ്ടിൽ മാത്രമേ ആഡ്സ്, ലൈക്ക് 200-300 രൂപക്കൊക്കെ ആഡ്സ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ആക്ച്വലി 15 ROAS കിട്ടുന്നുണ്ട്. അത് ട്രൂ ആണ്. ദ മൊമെന്റ് ഇൻക്രീസ് ദ ബഡ്ജറ്റ്, അത് കൊളാപ്സ് ആവും. അപ്പം ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി എൻ്റെ ഒരു ട്രിപ്പിൽ. പുള്ളി ക്വാർട്ടർലി മാനേജ് ചെയ്യുന്നത് 400 crore ആഡ് സ്പെൻഡ് ആണ്. അതിൽ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്, പുള്ളിക്ക് ഓൾമോസ്റ്റ് 40+ അക്കൗണ്ട്സ് പുള്ളി മാനേജ് ചെയ്യുന്നു. നമ്മൾ വിളിക്കുന്ന സമയത്ത് മെറ്റ മാർക്കറ്റിംഗ് പ്രോ പോലെ തന്നെ ഗൂഗിളിന് ഒരു സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടല്ലോ, ആഡ് സ്ട്രാറ്റജിസ്റ്റ്. അത് പുള്ളി ഒരു മാനേജീരിയൽ ലെവൽ റോളിലാണ് പുള്ളി പറയുന്നത്. 400 crore സ്പെൻഡ് ചെയ്യുന്ന പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ROAS എന്ന് പറഞ്ഞാൽ 3 to 3.5 ആണ്. ഇപ്പോൾ EVൻ്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, EV നമുക്ക് എല്ലാവർക്കും വരെ ബെസ്റ്റ് ആണെന്ന്. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇഷ്യൂസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കമ്പനി പ്രൊഡക്റ്റ് റിഫൈൻ ചെയ്യട്ടെ, എന്നിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ കസ്റ്റമറുണ്ട്. ഇപ്പം നമ്മളെ പോലുള്ള കസ്റ്റമേഴ്സ്, EVക്ക് റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരെ അക്വയർ ചെയ്യാൻ കോസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. ഇയർലി 9 years എബോ എക്സ്പീരിയൻസ് ഉള്ള, മന്ത്ലി 70 lakhs എബോ ആഡ് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. വെൽക്കം അമീൻ. താങ്ക് യു. സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. മൈ പ്ലഷർ. ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഒരു ഡൗട്ടുള്ള ഏരിയയാണ് ഒരു പെർഫെക്റ്റ് ആഡ് അക്കൗണ്ട്, മറ്റൊരു പെർഫെക്റ്റ് ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ സ്കെയിൽ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഒരു പെർഫെക്റ്റ് ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഓക്കെ, ഒരു സർവീസ് ബേസ്ഡ്. ഈ സർവീസ് ബേസ്ഡ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ മേ ബി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തന്നെ എടുക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് SEO ഒരു സർവീസ് ആയിരിക്കാം, അതുപോലെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ഒരു സർവീസ് ആയിരിക്കാം, ദെൻ പെയ്ഡ് ആഡ്സ് വേറെ സർവീസ് ആയിരിക്കാം. അപ്പോൾ സാധാരണ കാണുന്നൊരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ സർവീസിനും ഓരോ ക്യാമ്പയിൻ റൺ ചെയ്യും. ഈ നമ്മളുടെ എല്ലാം ടാർഗറ്റ് ഓഡിയൻസ് സെയിം ആണ്. SEO എടുക്കുന്ന ടാർഗറ്റ് ഓഡിയൻസും ബിസിനസ് ഓണേഴ്സാണ്, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എടുക്കുന്നതും ബിസിനസ് ഓണേഴ്സാണ്,
അതേപോലെ തന്നെ SMM, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എടുക്കുന്നവരും ബിസിനസ് ഓണേഴ്സാണ്. ഇപ്പം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് നിങ്ങളെല്ലാം ഒരൊറ്റ ക്യാമ്പയിനെ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ക്യാമ്പയിൻ, മേ ബി ഒരു പ്രോസ്പെക്റ്റിംഗ് ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഈ ഒരു ക്യാമ്പയിൻ്റെ ഉള്ളിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ആഡ് സെറ്റ് ലോഞ്ച് ചെയ്യാം. സോ ഒരു ആഡ് സെറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആയിരിക്കാം, മറ്റേത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിരിക്കാം, മറ്റേത് സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് ആയിരിക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഒരു മിനിമം 5 ആഡ്സ് എങ്കിലും കൊടുക്കണം. ഓക്കെ. ഈ 5 ആഡ്സിലും എപ്പോഴും ക്രിയേറ്റീവ് ഡൈവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ കുറച്ച് കോസ്റ്റ് പെർ ലീഡ് കിട്ടുന്നതൊക്കെ വീഡിയോ ആഡ്സിലാണ്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺവേർഷൻ ജേർണി വരുന്നത് ഫസ്റ്റ് ഒരു ബ്രാൻഡ് ഇൻട്രൊഡക്ഷൻ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആഡ്സ് ആണ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതാണ് ബ്രാൻഡ് പെനിട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ പല ആളുകളും ഫസ്റ്റ് വീഡിയോ കാണുന്ന സമയത്ത് ഓക്കെ അവർക്കൊരു വാവ് ഫാക്ടർ ഉണ്ടാവും. അവിടെ എപ്പോഴും ഈ കൺവേർഷൻ ജേർണി ഒരിക്കലും ഫസ്റ്റ് വീഡിയോ കാണുന്നു, നേരെ അത് ക്ലിക്ക് ചെയ്യുന്നു, ലീഡ് ആവുന്നു എന്നുള്ളതായിരിക്കില്ല മെജോറിറ്റിൻ്റെയും കേസ്. മെയിൻ ആളുകൾ വീഡിയോ കാണും, ഒരു 20 സെക്കൻഡ്സ് കാണും, സ്കിപ്പ് ചെയ്തു പോകും. പക്ഷെ പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ടച്ച് നോക്കുന്ന സമയത്ത്, അതായത് ലെറ്റ്സ് ഇങ്ങനെ ആയിരിക്കാം ഫൈനലി ഒരാൾ ലീഡായിട്ടുണ്ടാവുക. ഒരു വീഡിയോ കണ്ടു, അതിനുശേഷം സ്റ്റോറീസിലൊരു ഇമേജ് കണ്ടു, ദെൻ മേ ബി റീൽസിലൊരു ഇമേജ് കണ്ടു. ഇമേജ് ആണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സോഴ്സ്. അതായത് ബേസിക്കലി നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആഡ് സെറ്റിൽ ഒരു 10 ഇമേജ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ റീടാർഗറ്റ് ഇപ്പം വീഡിയോ ഒരു പ്രാവശ്യം കണ്ട ആളെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ലീഡ് ആയിട്ടില്ല. അപ്പോൾ വീഡിയോ കണ്ട ആളെ സംബന്ധിച്ചിടത്തോളം മെറ്റേനെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം 10 ആഡ്സ് എങ്കിലും ഉണ്ട് ഇവരെ റീടാർഗറ്റ് ചെയ്യാൻ. നമ്മളൊരു ഒറ്റ ആഡേ ഉള്ളൂ എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സെർച്ച് SEOയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒറ്റ ആഡേ ഉള്ളൂ. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഡെഫിനറ്റ്ലി ചെറുതാണ്. കാരണം ബിസിനസ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം 1.5 ലക്ഷം ആളുകളെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഒരു ജസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ ഫ്രീക്വൻസി നോക്കുന്ന സമയത്ത് ജസ്റ്റ് പോയിട്ട് ഒരൊറ്റ ആഡേ ഉള്ളൂ. നിങ്ങൾ മേ ബി കേരളം മാത്രമാണ് ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ഫ്രീക്വൻസി നോക്കുക. ഒരു മിനിമം ഒരു വീക്കിൽ 2.5 1.7 ഒക്കെ കാണും. നമ്മൾ വിചാരിക്കുന്ന ഒരാൾ 1.5 പ്രാവശ്യമല്ലേ കാണുന്നുള്ളൂ. പക്ഷെ റിയാലിറ്റി ഈ കാണുന്ന നമ്പേഴ്സൊക്കെ അഗ്രിഗേറ്റ്സ് ആണ്. അതായത് അമീൻ ഒരു പ്രാവശ്യം കാണുന്നു, ഓക്കെ, ഹസൻ 4 പ്രാവശ്യം കാണുന്നു. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ആണ് ആക്ച്വലി ഇവിടെ കാണുന്നത്. അപ്പോൾ 1+4/2 അത് 2.5 എന്ന് കാണുമ്പോൾ ആക്ച്വലി ഹസൻ 4 പ്രാവശ്യം കാണുന്നതും സെയിം വീഡിയോയിലാണ്. കാരണം ഇവിടെ റീടാർഗറ്റ് ചെയ്യാൻ വേറെ ക്രിയേറ്റീവ് ഇല്ല. അറ്റ് ദ സെയിം ടൈം അതിലൊരു 5 ക്രിയേറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസൻ 4 പ്രാവശ്യം കാണുന്നതിൽ ഒന്നൊരു വീഡിയോ ആയിരിക്കാം, രണ്ടാമത്തെ വേറൊരു ഇമേജ്, മൂന്നാമത്തെ വേറെ ഇമേജ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇത് എല്ലായിടത്തും ദിസ് ബ്രാൻഡ് ഇസ് എവ്രിവെയർ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ലെസ് സെയിൽസി ആയിട്ട് തോന്നും. ഇപ്പം മേ ബി വെരി റീസെൻ്റ് ആയിട്ട് ഇമാൻ ഗാഡ്സ് എന്ന് പറഞ്ഞ ആൾ ഒരു ആഡ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ബേസിക്കലി ഒരു 3 days വർക്ക്ഷോപ്പാണ്, ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നതിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ്. പുള്ളി ചെയ്തിട്ടുള്ള കാര്യം പുള്ളിയുടെ എന്താണ് പ്രോഗ്രാം അറിയാൻ വേണ്ടി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ആഡ് കണ്ടതിന് ശേഷം വരുന്ന എല്ലാം എനിക്കിപ്പം ഷോർട്ട് വീഡിയോ ആഡ്സ് ആണ്. അതായത് ഫസ്റ്റ് വൺ ലോങ് ആയിരുന്നു, പിന്നീട് വരുന്നതൊക്കെ ഷോർട്ടാണ്. ഇതൊക്കെയാണ് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്. ഇതാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ ഇമേജ് ആഡ്സ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ കൺവേർഷൻ സൈക്കിൾ ഡിലേ ചെയ്യാനും കുറച്ചും കൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ബേസിക്കലി നമ്മൾ എല്ലാ പ്രോസ്പെക്റ്റിംഗ് ക്യാമ്പയിൻസും എല്ലാ ആഡ്സും കൺസോൾഡേറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ സർവീസിനും ഓരോ ആഡ് സെറ്റ് ആയിട്ട്, പക്ഷേ ഈ ആഡ് സെറ്റ് എല്ലാം ഒരു ക്യാമ്പയിനിലായിരിക്കണം ലോഞ്ച് ചെയ്യുന്നത്. ഒരു ആഡ് സെറ്റിൽ ഒരു മിനിമം 5 ആഡ്സ് ഉണ്ടായിരിക്കണം. 5 ആഡ്സിൽ ഒരു 2 വീഡിയോ ആഡ്സും ഒരു 3 ഇമേജ് ആഡ്സ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 5 വീഡിയോ ആഡ്സ് കൊടുത്തു, പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് പുതിയ ക്രിയേറ്റീവ്സ് വരുമല്ലോ. പുതിയ ക്രിയേറ്റീവ്സ് വരുമ്പം ഒരിക്കലും എക്സിസ്റ്റിംഗ് റൺ ചെയ്യുന്ന ക്യാമ്പയിനിലോട്ട് ഇടാൻ പാടില്ല. കാരണം ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാരത്തോൺ ആണ്. ഓക്കെ, ഈ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുറേ ആളുകൾ 5 കിലോമീറ്റർ അപ്പുറമാണ്. ഇനി നമ്മൾ ഈ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പുതിയ ആൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ 5 കിലോമീറ്റർ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ പുള്ളി ക്യാമ്പയിൻ ഓട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും വിന്നർ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ലൈക്ക് ഈ എക്സാമ്പിളിൽ ഇവിടെ ഇമ്പോസിബിൾ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും റൺ ചെയ്യുന്ന ക്യാമ്പയിനിലോട്ട് ഒരു പുതിയ ആഡ്സ് ഇടുന്നത്, ആഡ് സെറ്റിലോട്ട് ആഡ് എടുക്കുന്നത് ഒരിക്കലും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. ഇൻസ്റ്റഡ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഇതിന് ടെസ്റ്റിംഗ് ക്യാമ്പയിൻസ് ഉണ്ടാവണം. ടെസ്റ്റിംഗ് ക്യാമ്പയിൻസിനെ സംബന്ധിച്ചിടത്തോളം
ഓരോ സർവീസസിനും ഓരോ ടെസ്റ്റിംഗ് ക്യാമ്പയിൻ ആവാം. ഇപ്പോൾ ഈ സെയിം എക്സാമ്പിളിൽ SEOയിൽ ഒരു ടെസ്റ്റിംഗ് ക്യാമ്പയിന്, അതേപോലെ തന്നെ SMMൽ ഒരു ടെസ്റ്റിംഗ് ക്യാമ്പയിന്, അഗെയിൻ പിന്നെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിന് വേറെ ടെസ്റ്റിംഗ് ക്യാമ്പയിന്. ഇതിൽ എവറി വീക്ക് മിനിമം ഒരു 3 to 5 ക്രിയേറ്റീവ്സ് ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു ആഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു വീക്കിൽ ലോഞ്ച് ചെയ്യുന്ന ക്രിയേറ്റീവ്സ് ആയിരിക്കും. അപ്പം മേ ബി ഈ വീക്കിൽ ഞാൻ SEOയിൽ ഒരു 3 ക്രിയേറ്റീവ്സ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മേ ബി വി വിൽ കോൾ ഇറ്റ് ആസ് പാക്ക് 1. ഓക്കെ, ഇൻ നെക്സ്റ്റ് ഈ ക്യാമ്പയിനെ നമ്മൾ റൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ CBOയിലായിരിക്കും, ക്യാമ്പയിൻ ലെവലിലായിരിക്കും നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായല്ലോ, അത് എപ്പോഴും ആഡ് ബഡ്ജറ്റിലായിരിക്കും. കാരണം അവിടെ ഡിഫറെൻറ്റ് സർവീസസ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ SEOയിൽ നമ്മൾ 1000 റുപ്പീസാണ് സ്പെൻഡ് ചെയ്യുന്നത്, SMMൽ 2000 റുപ്പീസ് ആയിരിക്കാം, ആൻഡ് അതർ ഇതിൽ 3000 ആവും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ആഡ് സെറ്റിൽ നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് കൺട്രോൾ വേണ്ടി വരും. ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ SEOക്ക് ഒരൊറ്റ ആഡ് സെറ്റ്, ഒറ്റ ക്യാമ്പയിൻ ആയതുകൊണ്ട് തന്നെ എവറി വീക്ക് നമ്മൾ ക്രിയേറ്റീവ്സ് പുതിയ ആഡ് സെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ബെസ്റ്റ് പാക്കിലോട്ട് നമുക്ക് ക്രിയേറ്റീവ്സ് പുഷ് ആവണം. ഇപ്പം തേർഡ് വീക്കിൽ നമ്മൾ ക്രിയേറ്റീവ് പബ്ലിഷ് ചെയ്തു, ഒരു 3 ക്രിയേറ്റീവ് പബ്ലിഷ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് വീക്കിൽ ഒരു വിന്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിന്നറിന് സ്റ്റിൽ നമുക്ക് എന്ത് പോകണം, സ്പെൻഡ് പോകണം. അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിന് നമ്മൾ ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ടെസ്റ്റിംഗ് ക്യാമ്പയിൻസ് എല്ലാം നമ്മൾ CBOയിൽ പബ്ലിഷ് ചെയ്യുക. അത് വളരെ മിനിമൽ ബഡ്ജറ്റ് ഇട്ടാൽ മതി. എൻറ്റയർ ക്യാമ്പയിൻ്റെ ഒരു 20% ബഡ്ജറ്റ് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഈ ടെസ്റ്റിംഗ് ക്യാമ്പയിൻസിൽ ഒരു വിന്നറെ കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ ഹാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പ്രോസ്പെക്റ്റിംഗ് ക്യാമ്പയിൻ ഉണ്ടല്ലോ, കൺസോൾഡേറ്റ് ചെയ്തിട്ടുള്ള ക്യാമ്പയിനിൽ അതിൻ്റെ റെസ്പെക്റ്റീവ് ആഡ് സെറ്റിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയാൽ മതി, വിന്നിങ് ആഡ്സ് മാത്രമേ നമ്മളുടെ ഈ മെയിൻ ക്യാമ്പയിനിൽ ഉണ്ടാവുള്ളൂ. ഈ വിന്നിങ് ആഡ്സ് ഇപ്പം നമ്മൾ ഈ ഒളിമ്പിക്സിലെ ഫൈനൽ മത്സരം പോലെ ആയിരിക്കും. കുറേ കോമ്പറ്റീഷൻസിൽ വിന്നേഴ്സ് മാത്രമായിരിക്കും ഇതിൽ ഫൈനലിൽ വരിക. ഈ വിന്നേഴ്സാണ് ടൈറ്റ് ഫ്രെയിമിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ക്യാമ്പയിൻ ഉണ്ടല്ലോ, 80% ആഡ് സ്പെൻഡ് ചെയ്യുന്ന ആ ക്യാമ്പയിന് നല്ല രീതിയിലുള്ള ലീഡ്സും തരും, അത് ക്വാളിറ്റി ടേംസിലും ബെറ്റർ ആയിരിക്കും. ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 20% to 30% നമ്മൾ പോകുള്ളൂ. അതിൽ ചിലപ്പോൾ നമ്മൾക്ക് വേണ്ട, നമ്മൾ ഇൻഡസ്ട്രീനനുസരിച്ച് കോസ്റ്റ് പെർ ലീഡ് മാറും. ലെറ്റ്സ് നിങ്ങളുടെ ആവറേജ് 100 കോസ്റ്റ് പെർ ലീഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറേ ക്രിയേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ ചില ആഡ്സ് ഒരു 500 റുപ്പീസും 1000 റുപ്പീസും കോസ്റ്റ് പെർ ലീഡ് പോകാം. പക്ഷെ അത് CBOയിൽ ആയതുകൊണ്ട് തന്നെ 500 റുപ്പീസിൽ കോസ്റ്റ് പെർ ലീഡ് ആയി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് 500 പോലെ, കാരണം അതേ CBOയിൽ തന്നെ വേറെ പാക്കിൽ നല്ല ആഡ്സ് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ബഡ്ജറ്റ് അങ്ങോട്ട് ഡൈവേർട്ട് ആവും. അപ്പോൾ ടെസ്റ്റിംഗ് എഫക്റ്റീവായിട്ട് നടക്കും. ടെസ്റ്റിംഗ് മുന്നത്തെ പോലെ AB സ്പ്ലിറ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലൂസേഴ്സിനും കുറേ ഫണ്ട് പോലെ, AB സ്പ്ലിറ്റ് ടെസ്റ്റ് ആകുമ്പോൾ വിന്നറും ലൂസറും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റിംഗ് പീരീഡ് കഴിയുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എക്സിറ്റ് ചെയ്യുന്നത് വരെ ലൂസേഴ്സിന് ഫണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 10,000-ൽ നമ്മൾ 5,000 ഒരു ലൂസറിനും, മേ ബി B ആണ് ലൂസർ, A ആണ് വിന്നർ. അപ്പം ഈ 5,000 വെച്ചിട്ട് 10,000 ഈ എക്സ്പെരിമെൻറ്റ് കഴിയുന്നത് വരെ പോകും. സോ ലൂസേഴ്സ് ഓൾസോ ഗെറ്റ് 5,000 റുപ്പീസ്. മേ ബി നമ്മളെ ടെസ്റ്റ് 1 lakh റുപ്പീസിൻ്റെ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 50,000 റുപ്പീസ് സ്റ്റിൽ ഗോസ് ടു ലൂസർ. ഈ CBO എൻവിറോൺമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാവില്ല. ലൂസർ ആണെന്ന് ഇനീഷ്യൽ സിഗ്നൽസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേറെ ഏതെങ്കിലും വിന്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബഡ്ജറ്റ് പോകും. ഈ ഒരു എൻവിറോൺമെൻറ്റിൽ നമുക്ക് വിന്നേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എന്നിട്ട് അത് പ്രോപ്പറായിട്ട് നമുക്ക് മൂവ് ചെയ്യാനും പറ്റും. നമുക്കിപ്പോൾ ഈ ക്യാമ്പയിനൊക്കെ പേരിടുമ്പോൾ മിക്കപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ള സേലാണ്. ഓക്കെ, അതെങ്ങനെയാണ് പ്രോപ്പർലി മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളുടെ ഒരു ആഡ് സ്പെൻഡ് മന്ത്ലി 10 lakhsന് താഴെയാണെന്നുണ്ടെങ്കിൽ, റീടാർഗറ്റിംഗ് 3 lakhsന് താഴെയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ കേരളം, കാരണം ഞാൻ 10 lakhs പറയുന്നത് ഓൾ ഇന്ത്യ പോകുന്ന സമയത്താണ്. ഓൾ കേരള പോവുകയാണെന്നുണ്ടെങ്കിൽ 3 lakhsൻ്റെ താഴെയാണ് ആഡ് സ്പെൻഡ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു റീടാർഗറ്റിംഗ് ആഡ്സിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളുടെ തന്നെ ക്യാമ്പയിൻ കാണുമല്ലോ. അപ്പം നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ആഡ് സെറ്റിൽ വേറെ ഏതെങ്കിലും ആഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് റീടാർഗറ്റിൽ നമ്മൾ പിന്നെ അടുത്ത ആഡ് കാണും. ഓക്കെ, അപ്പം ഈ നോമൻക്ലേച്ചർ 2 അക്കൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസ് ഉള്ള അക്കൗണ്ട്സും ഒന്ന് ഇല്ലാത്ത അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്റ്റിങ്ങിന് വേണ്ടി ഒരു ക്യാമ്പയിൻ. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് പ്രോസ്പെക്റ്റിംഗ് ക്യാമ്പയിൻ ഓൺ ABO. അങ്ങനെ മൾട്ടിപ്പിൾ സർവീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്റ്റിംഗ് ക്യാമ്പയിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ് മാത്രമാണ് നമ്മൾ ക്യാമ്പയിൻ, ജസ്റ്റ് നമ്മളിങ്ങനെ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ആക്ച്വലി ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമ്പയിൻ ലെവലിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആകെ ഒരേ ഒരു സാധനമേ ഉള്ളൂ, ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ അത് മാത്രം ഇട്ടാൽ മതി. ചില ആളുകൾ ക്യാമ്പയിൻ ലെവലിൽ ഈ ടാർഗറ്റ് ഓഡിയൻസും കൂടെ മെൻഷൻ ചെയ്യും, അപ്പോൾ അത് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പം ലെറ്റ്സ്
ഒരു പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻ ഉണ്ട്, ടാർഗറ്റ് ചെയ്യുന്നത് 35 to 55 വുമൺ ആണെന്നുണ്ടെങ്കിൽ ക്യാമ്പയിൻ നെയിമിൽ നോക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റും പ്രോസ്പെക്ടിങ് 35 to 45 വുമൺ എന്നുള്ളത്. ഒരിക്കലും അത് അവിടെ റെലവെൻ്റ് അല്ല, കാരണം നമ്മൾ ക്യാമ്പയിൻ ലെവലിൽ ഒബ്ജക്റ്റീവ് മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. പ്രോസ്പെക്ടിങ് ഒരു ക്യാമ്പയിൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് വേർഷൻസ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻസ് ഉണ്ടാവും, പ്രോസ്പെക്ടിങ് സ്കെയിലിംഗ് ക്യാമ്പയിൻസ് ആണ് അത് വരുന്നത്. അതിൽ വിന്നേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പ്രോസ്പെക്ടിങ് സ്കെയിലിംഗ് എന്നുള്ളത് ഒരു മെയിൻ ക്യാമ്പയിൻ, വിന്നേഴ്സ് മാത്രമേ അതിൽ പോവുള്ളൂ. പിന്നീട് വരുന്നത് പ്രോസ്പെക്ടിങ് ടെസ്റ്റിംഗ് ക്യാമ്പയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രോസ്പെക്ടിങ് ടെസ്റ്റിംഗ് ക്യാമ്പയിൻസ് CBOയിൽ റൺ ചെയ്യും. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മളൊരു കോളത്തിൽ നമ്മൾ ഏത് പബ്ലിഷ് ചെയ്ത സെറ്റപ്പ് കൊടുക്കാം. എൻ്റെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പ്രോസ്പെക്ടിങ് ഫസ്റ്റ് കേസിൽ പ്രോസ്പെക്ടിങ് സ്കെയിലിംഗ് ABO, പ്രോസ്പെക്ടിങ് ടെസ്റ്റിംഗ് CBO. ദെൻ റിട്ടൻഷൻ ക്യാമ്പയിൻസ് ഉണ്ടായിരിക്കും ആൻഡ് റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ മെൻഷൻ ചെയ്യും. ആൻഡ് റിട്ടൻഷൻ വേറെ. റിട്ടൻഷൻ ജനറലി ഈ കൊമേഴ്സിനൊക്കെ കേസിലേ വരുള്ളൂ. ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് സർവീസ് സെഗ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം SEO സർവീസസ് എടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ അവരെ കൊണ്ട് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എടുക്കുന്നത് ഇൻറ്റേർണലി ഫോൺ കോൺവെർസേഷനിലാണ്. നമ്മൾ ഒരിക്കലും ക്യാമ്പയിൻ റൺ ചെയ്തിട്ട് വേറെ സർവീസസ് അപ്സെല് ചെയ്യാൻ നോക്കാറില്ല. അറ്റ് ദ സെയിം ടൈം ഞങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കൊമേഴ്സ് ക്ലയൻറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ബോഡി വാഷ് ഉണ്ട്, ബോഡി ലോഷൻ ഉണ്ട്. അപ്പോൾ ബോഡി വാഷ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിത്തിൻ എ വീക്ക് ബോഡി ലോഷൻ പുഷ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഹെയർ ഓയിൽ പുഷ് ചെയ്യും, സ്കിൻ ഓയിൽ പുഷ് ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് മാർക്കറ്റിംഗ് ലെഡ് പ്രോസസ്സാണ്, ഒരിക്കലും ഒരു ഹ്യൂമൻ ടച്ച് പോയിന്റ് വരുന്നില്ല. അപ്പോൾ അവിടെ പ്രോപ്പർ റിട്ടൻഷൻ ക്യാമ്പയിൻസ് വേണം. കാരണം റിട്ടൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ എടുക്കുന്ന എഫേർട്ടിൻ്റെ 1/10 എഫേർട്ട് മതി കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി. റിട്ടൻഷൻ അത്ര ഈസിയാണ്. പക്ഷെ നമ്മളെ പ്രോപ്പർ സ്ട്രാറ്റജി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിസ്സാക്കുന്നത് ഒരു ഗോൾഡൻ ട്രഷറാണ്. കാരണം ഈ ഒരു ചെറിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എവറി ഡേ പുതിയ കസ്റ്റമർ അക്വയർ ചെയ്യുമ്പോൾ മേ ബി കസ്റ്റമർ സക്സസ്സിൽ ഒരു ഹ്യൂജ് എഫേർട്ട് ഇടണം എന്നുള്ളത് ചിലപ്പം ലോജിക്കലായിട്ട് ചിന്തിക്കാൻ ഓക്കെ, നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ഷുഡ് ഐ കീപ് സ്പെൻഡിങ് ഓൺ ദ സെയിം കസ്റ്റമർ എന്നുള്ള ചിലപ്പോൾ ഓവർ ലുക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്ത സമയത്ത്, അതായത് കംപ്ലീറ്റ് പ്രോസ്പെക്ടിങ് ക്യാമ്പയിലും പക്ഷേ അതേപോലെ തന്നെ പ്രോസ്പെക്ടിങ് ആൻഡ് റിട്ടൻഷൻ ചെയ്യുന്ന സമയത്തും ഈ റിട്ടൻഷൻ വരുന്ന കമ്പനികൾ ഹയർ പ്രോഫിറ്റബിൾ ആണ്. അവരെ കസ്റ്റമർ അക്വിസിഷൻ, കാരണം റിട്ടൻഷൻ വരുന്ന സമയത്ത് അവരുടെ ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അവരുടെ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും. ആൻഡ് ഇവർ ഹാപ്പി കസ്റ്റമേഴ്സ് ആയിരിക്കും, റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമർ. ഇപ്പോൾ ലൈക്ക് ഞാനൊരു പ്രൊഡക്റ്റ് ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നോട്ട് ഗോണ ടോക്ക് ടു മൈ ഫ്രണ്ട്സ് ഓർ കൊളീഗ്സ് അബൌട്ട് ദിസ് പ്രൊഡക്റ്റ്. ബട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഒരു 5 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഐ എം ഹാപ്പി വിത്ത് ദ ഡിസിഷൻ. ആൻഡ് കാരണം ഞാൻ സെക്കൻഡ് ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ്ലി ഞാൻ പറയുന്നത് എന്താ, മൈ ഫസ്റ്റ് ടൈം ഡിസിഷൻ വാസ് റൈറ്റ്. അങ്ങനെ മൾട്ടിപ്പിൾ ലൈക്ക് 5 ടൈം പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരാൾ is talking to himself that I made the right decision 5 times. അപ്പം അത് he will keep talking to his friends. ഇപ്പോൾ ഒരു നമ്മൾ ലൈക്ക് നമ്മളുടെ പ്രൊഡക്ട്സ് ലൈക്ക് എവറി ഹാപ്പി കസ്റ്റമർ ഈസ് എ വാക്കിംഗ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ മാതിരി ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ അവരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് റെഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചാൻസ് ഉണ്ട് ആ സെയിം കസ്റ്റമർ ഒരു 5 പ്രാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അത്രയും യൂസേജും വന്ന് പുള്ളിയുടെ ഡിസിഷനെ സാധൂകരിക്കുക എന്നുള്ള രീതിയിലായിരിക്കും പുള്ളി ഇത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക. അപ്പം ആ ബോട്ടം ഫണൽ ഉണ്ടല്ലോ, റിവേഴ്സ് ഫണൽ, അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ റിട്ടൻഷൻ. റെഫറൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മളൊരു ഹോട്ട്സ്പോട്ട് ഉണ്ടാക്കി മതി. കൂടുതൽ കസ്റ്റമേഴ്സൊക്കെ ഹാപ്പി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പെയ്ഡ് ക്യാമ്പയിൻ ചെയ്യുന്ന അതേപോലെ തന്നെ ഇതൊരു 2 എഞ്ചിൻ ഓഫ് ഗ്രോത്ത് ആയിരിക്കും. ഒന്നൊരു പെയ്ഡ് ഗ്രോത്ത് ഉണ്ടായിരിക്കും ഇവിടെ, രണ്ടൊരു വൈറൽ. ഇത് വൈറൽ ഗ്രോത്ത് ആണ് ആക്ച്വലി. ലെറ്റ്സ് ഡു ദ നമ്പേഴ്സ്. ഒരാൾ മേ ബി ഹൈപ്പോത്തറ്റിക്കൽ നമ്പർ, ഒരാൾ 2 പേരെടുത്ത് പറഞ്ഞു. ഈ 2 പേരെടുത്ത് പറഞ്ഞാൽ 1, 2, 4, ദെൻ 8, 16, 32 അങ്ങനെ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് പോകുന്നത്. ഇത് ലീനിയർ ആയിട്ടാണ് പോകുന്നത്. ഒരു കസ്റ്റമർ കഴിഞ്ഞാൽ 2 കസ്റ്റമർ അക്വയർ ചെയ്യുക, പിന്നെ 3 കസ്റ്റമർ. അപ്പോൾ ഇത് നമ്മളെ ക്യാക്ക് ഒരു 100 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ 10,000 സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 കസ്റ്റമറെ വരിക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇന്ന് 4 കസ്റ്റമർ ഉണ്ടെങ്കിൽ അടുത്ത 8 കസ്റ്റമറെ കിട്ടുക. പക്ഷേ ഈ 8 കസ്റ്റമർ സെയിം സംഗതി ചെയ്താൽ പിന്നെ 16, പിന്നെ 32. അതൊരു എക്സ്പോണൻഷ്യൽ. അപ്പം ഇന്നിപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, ഈ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ പ്രിവലൻ്റ് ആയിരിക്കാം. പെയ്ഡ് ക്യാമ്പയിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ വർക്ക് ചെയ്ത കുറച്ച് കമ്പനികളിൽ കംപ്ലീറ്റ് പെയ്ഡ് ക്യാമ്പയിനിൽ ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ദ മൊമെൻറ്റ് യു സ്റ്റോപ്പ് സ്പെൻഡിങ് മണി യുവർ കമ്പനി ഈസ് ഗോണ കൊളാപ്സ്.
കാരണം ഈ റവന്യൂ വരുന്നതിൻ്റെ ഒരേ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് പെയ്ഡ് ക്യാമ്പയിൻ പെയ്ഡ് ക്യാമ്പയിൻസ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബെസ്റ്റ് കമ്പനിയിൽ ഞാൻ കണ്ടത് ഒരു 60% എങ്കിലും നിങ്ങൾ ഓർഗാനിക് മീഡിയ, അല്ലെങ്കിൽ ഒരു 60% പെയ്ഡും 40% ഈ ഒരു പ്രഷർ കോഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ലൈക്ക് 100 കസ്റ്റമർ വരുന്നതിൽ 60 കസ്റ്റമർ ഷുഡ് ബി ഫ്രം പെയ്ഡ് ആൻഡ് 40 അറ്റ്ലീസ്റ്റ് ഓർഗാനിക് എന്ന് ഉണ്ടാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഈ അക്കൗണ്ട് സ്കെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ലോവർ സ്പെൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റോസ് കിട്ടില്ല. ഇപ്പം നമ്മളൊരു കോൺവെർസേഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തു, ഞാൻ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി എൻ്റെ ഒരു ട്രിപ്പിൽ. പുള്ളി ക്വാർട്ടർലി മാനേജ് ചെയ്യുന്നത് 400 crore ആഡ് സ്പെൻഡ് ആണ്. അതിൽ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്, പുള്ളിക്ക് ഓൾമോസ്റ്റ് 40+ അക്കൗണ്ട്സ് പുള്ളി മാനേജ് ചെയ്യുന്നു. നമ്മൾ വിളിക്കുന്ന സമയത്ത് മെറ്റാ മാർക്കറ്റിംഗ് പ്രോ പോലെ തന്നെ ഗൂഗിളിന് ഒരു സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടല്ലോ, ആഡ് സ്ട്രാറ്റജിസ്റ്റ്. അത് പുള്ളി ഒരു മാനേജീരിയൽ ലെവൽ റോളിലാണ് പുള്ളി പറയുന്നത്. 400 crore സ്പെൻഡ് ചെയ്യുന്ന പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന റോസ് എന്ന് പറഞ്ഞാൽ 3 to 3.5 ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങളടുത്ത് പ്രൊജക്ട് വരുന്നുണ്ട്, പക്ഷെ പല ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സ്പെൻഡിൽ മാനേജ് ചെയ്യുമ്പോൾ 7 കിട്ടും, 10 കിട്ടും. കാരണം നമ്മൾ എപ്പോഴും ആ ഒരു പീക്ക് ഡിമാൻഡുള്ള ആൾക്കാരെ മാത്രമേ, ഇപ്പോൾ ലെറ്റ്സ് ആക്റ്റീവായിട്ട് ഒരു പ്രൊഡക്റ്റ് ബാഗ് പർച്ചേസ് ചെയ്യുന്ന ഒരു 100 ആളുകളുണ്ടെന്ന് വെച്ചോ. അപ്പം ഈ 100 ആളുകളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാഗ് ഇപ്പം നമ്മളൊരു ലെറ്റ്സ് നമ്മൾ 10,000 rupees സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ബാഗ് പർച്ചേസ് ആക്റ്റീവ്ലി ദീസ് പീപ്പിൾ ആർ ആക്റ്റീവ്ലി ലുക്കിംഗ് ടു ബൈ ദി ബാഗ്. അപ്പം ഈ ആളുകളിലോട്ടാണ് ഫസ്റ്റ് ക്യാമ്പയിൻ പോവുക. അത് നല്ല രീതിയിൽ വർക്കാവും. ഇതാണ് ബോട്ടം ഫണല്. ഇതിൻ്റെ മുകളിലുണ്ട് അവർക്ക് ഇപ്പോൾ ബാഗ് വേണ്ട, പക്ഷെ ഫ്യൂച്ചറിൽ ബാഗ് പർച്ചേസ് ചെയ്യാം. ലെറ്റ്സ് ട്രക്കിംഗ് ബാഗാന്ന് വിചാരിച്ചോളൂ. അവരൊരു ട്രക്കിനെ പറ്റി പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്, പക്ഷെ പോകുന്നത് February ആണ്. ഓക്കെ, അപ്പോൾ അവരിപ്പം നമ്മുടെ ഫണലിൽ വരുന്നത് നമുക്കൊരു എഡ്ജ് ഉണ്ടായിരിക്കും. കാരണം എന്താ, ഇപ്പം ചെയ്ത് കഴിഞ്ഞാലും അടുത്ത 4 മാസത്തിൻ്റെ ഉള്ളിൽ അവർ പർച്ചേസ് ചെയ്യും. ഞാൻ പറയുന്നത് ഒക്ടോബറിൽ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർ ആകെ 100 ആളുകളേ ഉള്ളൂ. അപ്പം ഈ ചെറിയ സ്പെൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരെ മാത്രമായിരിക്കും ഹിറ്റ് ചെയ്യുക. കാരണം ഫേസ്ബുക്കിൻ്റെ ആൽഗരിതത്തിന് ഓൾറെഡി അറിയാം അവർ ബാഗ് റിലേറ്റഡ് പ്രൊഡക്റ്റിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് ആഡ് പുഷ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ആഡ് സ്പെൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് ജസ്റ്റ് ഇൻക്രീസ്, നമ്മൾ വേറെ ഫണലിൽ സ്ട്രാറ്റജി ഒന്നും ചെയ്യേണ്ട. ചെറിയ സ്പെൻഡിൽ നിന്ന് വലിയ സ്പെൻഡിലോട്ട് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഫണൽ ബ്രോഡ് ചെയ്യും. അപ്പോൾ ചിന്തിക്കുന്നവരിലോട്ട് എത്തും. ആൻഡ് ഫൈനലി നമ്മൾ നല്ല സ്പെൻഡ് ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരിക്കലും ഐഡിയ ഇല്ലാത്ത ആളുകളിലോട്ട് വരെ, കംപ്ലീറ്റ്ലി അൺഅവെയർ ഓഡിയൻസിലോട്ട് വരെ ഈ പ്രൊഡക്റ്റ് എത്തും. ഓക്കെ, ഇനി റോസിൻ്റെ കേസ് വരണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ സ്പെൻഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പീക്ക് ഡിമാൻഡുള്ള ആൾക്കാരിലോട്ടാണ് നമ്മൾ പോകുന്നത്. റോസ് ബെറ്റർ ആയിരിക്കാം. ആസ് വി എക്സ്പാൻഡ് അവർ ബഡ്ജറ്റ്, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോബ്ലം അവെയർ അല്ലെങ്കിൽ സൊല്യൂഷൻ അവെയർ കംപ്ലീറ്റ് അൺഅവെയർ ഓഡിയൻസിലോട്ട് പോകും. ഇവിടെ നമ്മൾ റോസ് ഡിക്ലൈൻ ചെയ്യും. പക്ഷേ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. കാരണം നമ്മൾ റോസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 സ്പെൻഡ് ചെയ്തു 1 lakh rupees കിട്ടി, 10 റോസ് ആണ്. ഓക്കെ, 5 lakh സ്പെൻഡ് ചെയ്തു 3 ആണ് റോസ് എന്നുണ്ടെങ്കിൽ 15 lakh rupees കിട്ടി. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് 10,000 സ്പെൻഡ് ചെയ്തിട്ട് 10 റോസ് കിട്ടിയ 1 lakh rupees ആണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നെറ്റ് വരുന്ന എമൗണ്ട്. പക്ഷേ ഇൻ ദി അതർ കേസ് 5 lakh സ്പെൻഡ് ചെയ്ത് 15 lakh, ഈ ഒരു എമൗണ്ടിലേക്ക് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഈ റോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം അതാണ്. നമുക്കൊരിക്കലും ലോ സ്പെൻഡിലുള്ള റോസും ഹൈ സ്പെൻഡിലുള്ള റോസും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നെറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ശരിക്കും 2 റോസിൽ ഒരു വലിയ നമ്പറാണ് എടുക്കുക. ഒരു 1 crore സ്പെൻഡ് ചെയ്തിട്ട് 2 റോസ് കിട്ടിയാൽ തന്നെ 2 CR റവന്യൂ നിങ്ങൾ കളക്ട് ചെയ്യുന്നത്. ഈ 2 CR ജസ്റ്റ് 10% പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെന്ന് വെച്ചോ. 2 CR 20 lakhs പ്രോഫിറ്റ് ആയി. അറ്റ് ദ സെയിം ടൈം 10,000 രൂപ സ്പെൻഡ് ചെയ്തു 1 lakh rupees കിട്ടി, 50% പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ എത്രയായി? 50,000 rupees. വേർ ഇസ് 50,000 rupees ആൻഡ് വേർ ഇസ് 20 lakh rupees. നെറ്റ് പ്രോഫിറ്റ് ആണ് വേണ്ടത്. കാരണം പേഴ്സൻറ്റേജ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ആകെ നെറ്റ് പ്രോഫിറ്റ് ആണ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ, ഈ ഒരു പ്രഷർ എടുത്ത് കളയുക. അതായത് ഐ വാസ് ഗെറ്റിംഗ് 7 റോസ്, ഐ വാസ് ഗെറ്റിംഗ് 10 റോസ്, 15 റോസ്. ബേസിക്കലി 15 റോസ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊജക്റ്റ് കൊടുക്കാനേ പാടില്ല. കാരണം അത് ഇമ്പോസിബിൾ ആണ്. അവർക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവർ ചെറിയ എമൗണ്ടിൽ മാത്രമേ ആഡ്സ്, ലൈക്ക് 200-300 രൂപക്കൊക്കെ ആഡ്സ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ആക്ച്വലി 15 റോസ് കിട്ടുന്നുണ്ട്. അത് ട്രൂ ആണ്. ദ മൊമെന്റ് ദേ ഇൻക്രീസ് ദ ബഡ്ജറ്റ്,
അത് കൊളാപ്സ് ആവും. അപ്പം ഒരു ഒരു ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ റോസ് ടാർഗറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ ഈ കമ്പനി ക്യാഷ് ഫ്ലോ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ലെറ്റ്സ് 1.7 റോസിൻ്റെ താഴെയൊക്കെ നമ്മൾ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ വരും. പക്ഷെ നിങ്ങൾക്ക് കമ്പനിക്ക് ഒരു റൺവേ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവരുടെ റിപ്പീറ്റ് പർച്ചേസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഗെയിൻ സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് 1.7 റോസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സ്കെയിലിംഗ് ക്യാമ്പയിനിൽ കിട്ടിയാൽ തന്നെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഞാൻ മീറ്റ് ചെയ്യും. ഓക്കെ, അതായത് നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സ്പെൻഡും എൻ്റെ എൻ്റയർ കോസ്റ്റും എൻ്റെ റവന്യൂം എൻ്റെ എൻ്റയർ കോസ്റ്റും ഈക്വൽ ആയിരിക്കും ഫസ്റ്റ് പർച്ചേസ്. അതായത് 1.7 ഇറ്റ്സ് ലൈക്ക് ബ്രേക്ക് ഈവൻ റോസ്, എക്സാക്ട്ലി ബ്രേക്ക് ഈവൻ റോസ്. പക്ഷേ ഇവരിൽ ഞാൻ റവന്യൂ ഉണ്ടാക്കാൻ പോകുന്നത് അവരുടെ സെക്കൻഡ് പർച്ചേസ് ആണ്. ആൻഡ് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് പർച്ചേസസ് ഇസ് മച്ച് ചീപ്പർ. ജനറലി ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് പർച്ചേസ് കിട്ടും. അവർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ദേ കീപ് കമ്മിങ് ബാക്ക് ടു യുവർ ബോഡി ലോഷൻ. അല്ലാന്നുണ്ടെങ്കിൽ റിട്ടൻഷൻ ക്യാമ്പയിനിൽ നമുക്ക് അവരെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരാം. അത് കുറച്ചും കൂടെ പ്രൈസും കുറവായിരിക്കും. അപ്പം അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ 1.7 നമുക്ക് കസ്റ്റമറെ കിട്ടി. ലെറ്റ്സ് 1.7 ഐ മെയ്ഡ് നോ മണി. ഓക്കെ, നെറ്റ് 0 ആണ്, നോ ലോസ് നോ പ്രോഫിറ്റ്. അപ്പോൾ ലെറ്റ്സ് ഐ സ്പെൻഡ് 10 lakh rupees. നെറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് 10 lakh rupees ആണ്. ഞാൻ പറയുന്നത് വെൻ ഐ സേ 10 lakh rupees സ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ എൻ്റെ എൻ്റയർ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്, ഷിപ്പിംഗ് കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ എൻ്റയർ കോസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 10 lakh rupees ആണ്. റവന്യൂ എന്ന് പറയുന്നത് 10 lakh rupees ആണ്. നെറ്റ് 0 ആണ്. പക്ഷേ ലെറ്റ്സ് 1000 rupees ആണ് എൻ്റെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്നുണ്ടെങ്കിൽ I said 10 lakh rupees, right? I got 1000 customers. ഇനി 1000 കസ്റ്റമേഴ്സിൻ്റെ സെക്കൻഡ് പർച്ചേസ് വിത്തിൻ 3 months വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഇനി ഇല്ല. കാരണം ഓൾറെഡി അക്വയർഡ് കസ്റ്റമർ ആണ്. അവിടെ പ്രോഫിറ്റബിൾ ആയി, അവിടെ കുറച്ചും കൂടി ബെറ്റർ പ്രോഫിറ്റബിൾ ആയി. ഇനി അവർ തേർഡ് ടൈം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആലോചിച്ചേക്ക്. അപ്പം ലൈക്ക് ഹിയർ ഇനി ഒരു നെക്സ്റ്റ് എറയിൽ മെറ്റ ഈസ് ഗോണ മേക്ക് മാർക്കറ്റിംഗ് സോ ഈസി. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മെറ്റൻ്റെ അടുത്ത് പറയും I am ready to spend this much amount to acquire one customer. ബാക്കി ക്രിയേറ്റീവ്സ് കുഡ് ബി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ്. ഇപ്പോൾ ആ ഫീച്ചർ ഗൂഗിൾ ആഡ്സിലുണ്ട്, മെറ്റയിലില്ല. മെറ്റയിലുണ്ട്, സ്ലൈറ്റ് വേർഷനാണ്. അപ്പം പെർഫോമൻസ് മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള ഇപ്പോൾ ആവശ്യമുള്ള സ്ഥലങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പക്ഷെ മോർ ഫിനാൻസ് സൈഡ് ഉണ്ടല്ലോ, അത് വളരെ സ്ട്രോങ് ആയിരിക്കേണ്ടത്. ലൈക്ക് കസ്റ്റമർ ഹാപ്പിനെസ് ഒരിക്കലും എഐക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബിഡിങ്ങും ടാർഗറ്റിങ്ങും വരുമ്പോഴേ പെർഫോമൻസ് മാർക്കറ്റർ എന്തിനാണ് ശ്രദ്ധിക്കേണ്ടുന്നൊരു മെയിൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളെ മാർക്കറ്റർ എപ്പോഴും ഫസ്റ്റ് ഒരു കസ്റ്റമർ അക്വയർ ചെയ്യുക എന്നുള്ളതല്ല മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം ഇമ്പാക്റ്റ്, ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ റിട്ടൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പർച്ചേസ് കഴിഞ്ഞ പ്രൊഡക്റ്റ് അവർ രണ്ടാമത് പർച്ചേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് അല്ല ചേഞ്ച് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ജസ്റ്റ് go back to the product and see where it is going wrong and get this ready so that the person who buy the product keep coming back to you. അപ്പം അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസാണ്. രണ്ടാമത്തെ കേസ് സർവീസ് സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ ട്രാൻസാക്ഷൻ ആണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്സെല്ല് ചെയ്യാനുള്ളൊരു, അതായത് മുന്നേ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഹീറോ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഈ ഹീറോ പ്രൊഡക്റ്റുകൾ കുറേ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആ ബിസിനസ് ഗ്രോ ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലയൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അപ്സെൽസും ക്രോസ് സെൽസും കൊണ്ടുവരാൻ നോക്കും. അതായത് ഒരു ഹീറോ പ്രൊഡക്റ്റിൽ കംപ്ലീറ്റ് ബെറ്റ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്പിൾ SKUs ഉണ്ടായിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് എ കുറച്ച് വിൽക്കും, പ്രൊഡക്റ്റ് ബി കുറച്ച് വിൽക്കും, പ്രൊഡക്റ്റ് സി കുറച്ച് വിൽക്കും. ഇങ്ങനെ ഓൾ ടുഗദർ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇത് ഗ്രോ ചെയ്യും. അപ്പം മോർ പ്രൊഡക്ട്സ് കുറച്ച് സെല്ല് ചെയ്താൽ തന്നെ സക്സസ്ഫുൾ ആവുന്ന സിറ്റുവേഷനിലോട്ട്. അത് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് എൻറ്റയർ മാർക്കറ്റ് ലൈക്ക് ആപ്പിളൊക്കെ ഡിസ്റപ്റ്റീവായിട്ട് ചെയ്താൽ, ChatGPT ഒക്കെ ചെയ്ത പോലെ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഇനിയുള്ള ഒരു ക്യാമ്പയിൻസിൽ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഇത് കുറച്ചും കൂടി ഈസിയാണ്. ഒരു നീഷായിരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ SEO നോക്കുന്ന ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ ChatGPT ഫ്രണ്ട്ലി ആയിട്ട് SEO നോക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു കോഴ്സ് കൊടുക്കും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കൊടുക്കും. അത് മേ ബി ഒരു 100 ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യും. ഇത് ചെയ്ത ആൾക്ക് നമ്മൾ അപ്സെൽ ചെയ്യാൻ പറ്റും നോക്കും. അപ്പോൾ ഇവർ ഓൾറെഡി SEO എടുത്തുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മേ ബി പെയ്ഡ് ആഡ്സ്, അപ്പോൾ അവിടെ ഒരു അപ്സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ കസ്റ്റമർ അക്വയർ ചെയ്യാൻ വേണ്ടി ഒരു നീഷ് യൂസ് ചെയ്യും. അവർക്ക് തന്നെ നമ്മൾ വേറെ പ്രൊഡക്റ്റുകൾ ചെയ്യാൻ നോക്കും. അതേ സമയത്ത് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ലൈനപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഓരോ പ്രൊഡക്ട്സുകളും കുറച്ച് ചെയ്താൽ, ചെറിയ വോളിയം ചെയ്താൽ തന്നെ നെറ്റ് നോക്കുന്ന സമയത്ത് കുറച്ച്
അപ്പം സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റുകൾ, സ്കിൻ കെയർ ബ്രാൻഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബോഡി വാഷ്, ബോഡി ലോഷൻ അല്ലെങ്കിൽ ഹെയർ കെയർ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ക്രീം കൊണ്ടുവരുന്നതിന് പകരം മൾട്ടിപ്പിൾ SKUs ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും സ്കെയിൽ ചെയ്യാൻ. ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ടീം ഇഷ്യൂ വരുന്നതാണ് ഈ DNB ലീഡ്സ്. വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. അതെങ്ങനെയാണ് ഒരു പ്രോപ്പർ ഓക്കെ സൊല്യൂഷൻ അവർക്ക് കൊടുക്കുന്നത്? ഓക്കെ, നമ്മൾ എപ്പോഴും മുന്നത്തെ ഫണലിലൊക്കെ ഒരു 3 വർഷം മുന്നേ വരെ മാനേജ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഫണലിൽ ഉണ്ടായിരുന്ന ഫ്രിക്ഷൻസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സായിരുന്നു. എത്രയും പെട്ടെന്ന് ലീഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ്. ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻസ് കുറച്ചും കൂടെ പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇപ്പോൾ CTW ആഡ്സ്, ക്ലിക്ക് ടു വാട്സപ്പ് ആഡ്സ് ഇസ് വെരി ഈസി. ലൈക്ക് സമ്മൺ സീയിങ് ദി ആഡ്സ്, അവിടെ ഒരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ആഡായിട്ട് മാറും, ഇമ്മീഡിയറ്റ്ലി മാറും. ഇതിൻ്റെ ഒക്കെ ഒരു കേസ് ജസ്റ്റ് റൺ ചെയ്യുന്നവർ ജസ്റ്റ് നിങ്ങളുടെ CRM പോയി നോക്കിക്കഴിഞ്ഞാൽ റഫ്ലി 40 to 60%, ചില ക്ലയൻസിനൊക്കെ 60% DNPs ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡാഷ്ബോർഡിൽ നോക്കുന്ന വാനിറ്റി മെട്രിക്സ് ആണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ ലൈക്ക് 100 ലീഡ്സ് വന്നു എന്നുള്ളത്. പക്ഷേ ഇൻ റിയാലിറ്റി ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആകെ 40 ലീഡ്സ് ആണ്. മേ ബി നമ്മൾ ഇപ്പം ലെറ്റ്സ് ഒരു ക്ലിക്ക് ടു വാട്സപ്പ് ആഡ്സിൽ നമ്മൾ വാട്സപ്പ് ലീഡ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആമസോൺ പേജിൽ ഒരാൾ ഒരു പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, അതായത് നമുക്കൊരു വാട്സപ്പ് ലീഡിൻ്റെ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ മേ ബി ഇൻസ്റ്റെഡ് ഓഫ് വാട്സപ്പ് ക്യാമ്പയിന് നമ്മളവിടെ ഒരു വെബ്സൈറ്റ് ട്രാഫിക് ക്യാമ്പയിൻ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരാൾ ആ പേജിലോട്ട് എത്തി, അല്ലെങ്കിൽ ഒരു ലീഡ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് പേജിലോട്ട് എത്തി, ഒരു പ്രൊഡക്റ്റ് പേജിലോട്ട് എത്തി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു പ്രോസ്പെക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആൾട്ടർനേറ്റ് മെത്തേഡ് ഞാൻ സജസ്റ്റ് ചെയ്യാം. വാട്സപ്പ് ക്യാമ്പയിൻ തന്നെയാണ്, പക്ഷെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ലീഡ് ജനറേറ്റ് ചെയ്യുന്നത് വാട്സപ്പിന് പകരം നേരെ നമ്മൾ ലാൻഡിങ് പേജിലോട്ട് കൊടുക്കുന്നു. ഈ ലാൻഡിങ് പേജിൽ നമ്മൾ പിക്സൽസ് വെച്ചിട്ട് എല്ലാം ട്രാക്ക് ചെയ്യുന്നു. അതായത് നമുക്ക് ബേസിക്കലി ഇവരെ റീടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദ മൊമെൻറ്റ് ദ ലാൻഡ് ഓൺ അവർ വെബ്സൈറ്റ്, പിക്സൽസ് ആർ ഗോണ ഫയർ ആൻഡ് തേർഡ് പാർട്ടി ഡീറ്റെയിൽസ് ആർ ഗോണ ബി ക്യാപ്ചേർഡ്. അപ്പോൾ നമുക്ക് ഇനി ഇവരെ റീടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസിബിൾ ആണ്. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്, ഒരു ഒബ്ജക്ഷൻ വരാൻ ചാൻസ്, അവരുടെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലില്ലല്ലോ, തേർഡ് പാർട്ടി ഡീറ്റെയിൽസ് അല്ലേ ഉള്ളൂ. നമ്മൾ അവരെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അവർ ഇൻട്രസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം ഫോൺ നമ്പർ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊരു മനസ്സമാധാനം മാത്രമേ ഉള്ളൂ. ഓക്കെ, 100 നമ്പർ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. ക്വാളിറ്റി കുറഞ്ഞ അതിൽ 100 നമ്പറിലാകെ 5 നമ്പർ നല്ലതുള്ളെങ്കിൽ ബാക്കി 95 ആൾക്കാരെ നിങ്ങൾ വിളിക്കുക ഈസ് ഈക്വൽ ടു സ്കാമിങ്. ഓക്കെ, സ്കാമിങ് അല്ല, സോറി, സ്പാമിങ്. അപ്പം ഇവരെ ഈ സ്പാം ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ സെയിൽസ് ടീമിന് 100 ലീഡ്സ് കൊടുത്തിട്ട് അവർക്ക് അതിൽ 95 ലീഡും അല്ലെങ്കിൽ 90 ലീഡും അവർ പിന്നെ ലൈക്ക് കണക്റ്റ് ആവാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഡേ ആണത് എഫക്റ്റ് ചെയ്യുന്നത്. അവരുടെ പ്രൊഡക്ടിവിറ്റിയാണ് നോക്കുമ്പോൾ അവരൊരിക്കലും അവരുടെ കോൺഫിഡൻസ് ആണ് അവിടെ പോകുന്നത്. ഒരു ദിവസം ഞാൻ 40 കോൾസ്, ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 40 ലീഡ്സ്, ഫ്രഷ് ലീഡ്സ് വരെയൊക്കെ നിങ്ങൾക്കൊരു എക്സിക്യൂട്ടീവിന് കൊടുക്കാം. ഈ 40 ലീഡ്സിലും 30 ലീഡ്സ് ഈ സിറ്റുവേഷൻ ആവുന്ന സമയത്ത് അവർക്കൊരു മോട്ടിവേഷൻ മിസ് ചെയ്യാണ്. അപ്പം ഇവർക്ക് നമുക്ക് നല്ല ലീഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വിൻ വിൻ ഗെയിം. ഓക്കെ, അപ്പോൾ ഒരു ലാൻഡിങ് പേജ് ഉണ്ട്. ആ ലാൻഡിങ് പേജിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. മുകളിൽ മേ ബി ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ സെയിൽസ് ലെറ്റർ പോലെ. അപ്പം സെയിൽസ് ടീം പറയേണ്ട ഈ പ്രോസ്പെക്റ്റിംഗ് ഉണ്ട്. നമ്മൾ സെയിൽസ് ടീമിൻ്റെ കോൺവെർസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 70-60% അല്ലെങ്കിൽ 80% കോൾസും സെയിം ആയിരിക്കും, സിമിലർ ആയിരിക്കും. ലൈക്ക് ഞാൻ ഇപ്പം ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ലൈക്ക് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്, പ്രൊഡക്റ്റ് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ലൊക്കേഷൻസ്, കമ്പനി ഡീറ്റെയിൽസ്, വിഷൻ ആൻഡ് മിഷൻസ്, ഇതൊക്കെ ഒരു 80%ഉം നമ്മൾ സംസാരിക്കുന്നത് സെയിമാണ്. ഈ സെയിം ഇൻഫർമേഷൻ നമ്മൾ ആക്ച്വലി സെയിൽസ് എക്സിക്യൂട്ടീവ് കൊടുക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം. അതായത് മേ ബി നമ്മൾ ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷ്വലി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോയും അതിനെ നമ്മൾ പിന്നെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ലാൻഡിംഗ് പേജിലുള്ള കുറച്ച് ഡീറ്റെയിൽസും താഴെ കുറച്ച് ട്രസ്റ്റ് മാർക്കേഴ്സും ആൻഡ് ഓൺ ദി ബോട്ടം റൈറ്റ് ഹാൻഡ് കോർണർ യു ആർ ഗിവിംഗ് ദം എ വാട്സപ്പ് ബട്ടൺ. ഓക്കെ, നമുക്ക് ആക്ച്വലി ബ്രൗസർ വാട്സപ്പ് ആഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ട്രാഫിക് ക്യാമ്പയിൻ അല്ലെ വെബ്സൈറ്റ് കൺവേർഷൻ ക്യാമ്പയിൻ തന്നെ ഇവിടെ റൺ ചെയ്യാം. അതിന് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ട്രാക്കിംഗ് സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് വെബ്സൈറ്റിൽ ഒരു വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർഷൻ ഫേസ്ബുക്കിൽ പാസ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്യാം. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, ലീഡ് ആവണമെന്നില്ല. അപ്പം നമുക്ക് ആക്ച്വലി ബ്രൗസറിൽ വാട്സപ്പ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വിഡ്ജറ്റ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ ആഡ് കാണുന്നു, വെബ്സൈറ്റിൽ വരുന്നു. ഞാൻ ഈ പറയുന്ന 80% ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, ആ ഇൻഫർമേഷനൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫോമിൽ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ അവർ വീഡിയോ കാണുന്നു,
ലാൻഡിംഗ് പേജ് വായിക്കുന്നു, താഴെ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നു, ദെൻ സി ദി വാട്സപ്പ് ബട്ടൺ. വാട്സപ്പ് ബട്ടൺ. അപ്പോൾ അവരെന്താ ഇത്തിരി ഒരു ഇൻഫോംഡ് ഡിസിഷനാണിത്. ഓക്കെ, ഇതെന്താണ് ഇവർ കൊടുക്കുന്നത്, ഈ മൊമെൻറ്റിൽ അവർക്ക് തിരിച്ചറിയാണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് വേണ്ടാത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്, അവർ സിസ്റ്റത്തിലോട്ട് വരണ്ട. ഇവിടെ ഉള്ള ഒരു ക്യാച്ച് എന്താ അറിയോ, നമ്മളെ ലാൻഡിംഗ് പേജിലോട്ട് 100 ആളുകൾ വരുന്നുണ്ട്, അതിലൊരു 20 ആളുകളെ നമ്മൾ വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മെറ്റയിലോട്ട് പാസ് ചെയ്യുന്നത് 20 ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും. കാരണം നമ്മൾ വാട്സപ്പ് ബട്ടണാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രാക്ക് ചെയ്യുന്ന ഈ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് മെറ്റയിലോട്ട് കൺവേർഷനായിട്ട് പോവുക. അപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ ഫേസ്ബുക്ക് ഒരിക്കലും ഈ വെബ്സൈറ്റിലോട്ട് ലാൻഡ് ചെയ്ത ആളുകളിലോട്ട് ഒപ്റ്റിമൈസ് ചെയ്യില്ല അൺലെസ് നമ്മൾ അവരെ റീടാർഗറ്റ് ചെയ്യാത്തടത്തോളം കാലം. ഫേസ്ബുക്കിനോട് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ, ഓക്കെ ഇത് ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. പീപ്പിൾ വിൽ ക്ലിക്ക് ദി ആഡ്, will come to the landing page, that doesn't qualify as my lead. What qualify me as a lead is someone clicking the WhatsApp button. അപ്പം ഈ നമ്മളൊരു പ്രോസസ്സ് അൺനെസസറിലി ഇട്ട് കൊടുത്തു, ഇതൊരു ഫ്രിക്ഷൻ കൊണ്ടുവരികയാണ്. ഈ ഫ്രിക്ഷൻ ആക്ച്വലി നമുക്ക് ഫേവറിലെ ഹെൽപ്പ് ചെയ്യുള്ളൂ. കാരണം ഇവിടെ സ്ക്രീനിങ് നടന്നു, ലാൻഡിംഗ് പേജിലോട്ട് എത്തിയിട്ട് വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ there was an information given. If this is not something you are looking for, then not looking for, better bounce back, ഒരു ആക്ഷൻ എടുക്കാണ്ട്. അപ്പോൾ ഇനീഷ്യലി കുറച്ച് കോസ്റ്റ് കൂടുതലാവും. ഈ ഒരു ബട്ടൺ ഒരു 100 to maybe 1000 ആളുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ ബട്ടൺ ക്ലിക്ക് ഉണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ച് ലാൻഡിംഗ് പേജിലുള്ള ബട്ടൺ ക്ലിക്കിലോട്ട് ക്യാമ്പയിൻ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ വാട്സപ്പ് കോൺവെർസേഷൻ ട്രാക്ക് ചെയ്യാൻ, CRM എന്നെല്ലാം ട്രാക്ക് ചെയ്യുക. ഇതാണ് ഈസിയസ്റ്റ് മെത്തേഡ്, ഈ ബട്ടൺ ക്ലിക്ക് ട്രാക്ക് ചെയ്യുക. പിന്നെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ എന്തായാലും ഒരു 80% ആൾക്കാർ എന്തായാലും മെസ്സേജിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. കൺവേർഷൻ ആസ് ഒരു വാട്സപ്പ്. അപ്പോൾ ബേസിക്കലി വാട്സപ്പ് ലീഡ് തന്നെയാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫ്രിക്ഷനായിട്ട് ഇട്ട് കൊടുത്തു. അത് എന്തിനാണെന്ന് വെച്ചാൽ വി ഡോണ്ട് നീഡ് മാർക്കറ്റിംഗ് ക്വാളിഫൈഡ് ലീഡ്സ്, ബട്ട് വി നീഡ് സെയിൽസ് ക്വാളിഫൈഡ് ലീഡ്സ്. ഇത് നമ്മൾ ഇവിടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെയിൽസ് ടീം ഇത് ചെയ്യേണ്ടി വരും. സെയിൽസ് ടീം ചെയ്യാന്ന് പറയുമ്പോൾ ഹ്യൂമൻ കോളിംഗ് ആണ്. അവരുടെ സൈക്കോളജിക്കൽ ലെവലിൽ അതിന് ഇമ്പാക്ട് ചെയ്യും, പ്രൊഡക്ടിവിറ്റി മാത്രമല്ല, കൂടുതൽ ലീഡ്സ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഹയർ ചെയ്യണം. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു 30 ലീഡ് നല്ലതാണ് ഡെയിലി വരുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ സെയിൽസ് എക്സിക്യൂട്ടീവിനായിട്ട് മാനേജ് ചെയ്യും. പക്ഷെ മോശം ലീഡ്സ് 300 ലീഡ് ഡെയിലി വന്നു കഴിഞ്ഞാൽ 10 എക്സിക്യൂട്ടീവ്സ് വേണം. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ഇത് തന്നെ ആയിരിക്കും. ഇപ്പോൾ കോസ്റ്റ് പെർ ലീഡ് ഒരു 50% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും വുഡ് ബി എ ഗ്രേറ്റ് ലീഡ്സ്. മനസ്സിലായി. ഇപ്പോൾ ക്രിയേറ്റീവ് ടാർഗറ്റിംഗ് ആണല്ലോ, അപ്പോൾ പ്രോപ്പർലി ക്രിയേറ്റീവ് ടാർഗറ്റിംഗ് എങ്ങനെ ചെയ്യാം, ക്രിയേറ്റീവിൽ എങ്ങനെ പ്രോപ്പറായിട്ട് ടാർഗറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ റൺ ചെയ്യുന്ന ക്യാമ്പയിൻസ് എല്ലാം ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസേ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺലി അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻസ് ആണ്. ഒരു മിനിമം ഏജ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ക്രിയേറ്റീവ് ടാർഗറ്റിങ്ങിലോട്ട് വരുമ്പോൾ ലെറ്റ്സ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് തന്നെ എടുക്കാം എക്സാമ്പിൾ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഹെൽപ്ഫുൾ ആയിരുന്ന കുറച്ച് ആളുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് എ ഫ്രീലാൻസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ പേഴ്സൺ, സോ ദോസ് ഹു വാണ്ട് ടു, ഒരു സോളോപ്രനേഴ്സ് ആണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം. സോ ദോസ് ഹു വാണ്ട് ടു മേക്ക് മണി ബൈ ഓൺ ബോർഡിങ് 3 to 10 clients, അതൊരു പേഴ്സോണയാണ്. രണ്ടാമത്തെ പേഴ്സോണ എന്ന് പറയുന്നത് ദോസ് ഹു ആർ ഓൾറെഡി ഡൂയിങ് 10 lakh rupees എ മന്ത്. അവർക്ക് സ്കെയിലിംഗ് ബിയോണ്ട് 10 lakhs ആണ് അവരുടെ ചലഞ്ച്. അതെങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി, ലെറ്റ്സ് ഒരു ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം, അതെങ്ങനെ നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പേഴ്സോണ എന്ന് പറയുന്നത് അവർ ട്രഡീഷണൽ ബിസിനസ്സാണ്, അവർ ഓൾറെഡി സക്സസ്ഫുൾ ബിസിനസ്സാണ് റൺ ചെയ്യുന്നത് കുറേ കാലമായിട്ട്. ദേ വാണ്ട് ടു മൂവ് ഫ്രം എ ട്രഡീഷണൽ ബിസിനസ് മേ ബി ടു സെല്ലിംഗ് പ്രോഡക്റ്റ് അക്രോസ് ദ ഗ്ലോബ് ഓർ അറ്റ്ലീസ്റ്റ് അക്രോസ് ദ ഇന്ത്യ. ഇത് 3 പേഴ്സോണാസ് ആണ് വരുന്നത്. ഇമാജിൻ നമ്മളുടെ ആഡ് നമ്മൾ പറയുകയാണ്, ഇഫ് യു ആർ ലുക്കിംഗ് ടു ഫൈൻഡ് ഫസ്റ്റ് 5 ഫ്രീലാൻസിങ് ക്ലയൻറ്റ് ഫോർ യുവർ ബിസിനസ്, കം വി ഹാവ് എ ഗ്രേറ്റ് പ്രോഡക്റ്റ് ഫോർ യു. ഈ ആഡ് ആക്ച്വലി ലാസ്റ്റ് ആൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യില്ല. കാരണം ലാസ്റ്റ് ആൾക്ക് ഓൾറെഡി ദേ ഹാവ് മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ്. ദെയർ പ്രോബ്ലം ഈസ് അവർക്ക് ഗ്ലോബലൈസ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ആൾ കണ്ടു കഴിഞ്ഞാലും വർക്കാവില്ല, കാരണം ദേ ഹാവ് ഓൾറെഡി മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ദേ ആർ ഓൾറെഡി ഡൂയിങ് 10 lakhs. സ്കെയിലിംഗ് ആണ് ഇഷ്യൂ. അപ്പോൾ ഇവരുടെയൊക്കെ മാർക്കറ്റിംഗ് ആംഗിൾസ് ഒരു പെയിൻ പോയിന്റ്സ് ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മളുടെ പ്രൊഡക്റ്റ് സെയിം പ്രൊഡക്റ്റ് ആണ്. ലെറ്റ്സ് സേ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഹെൽപ്സ് പേഴ്സൺ എ, പേഴ്സൺ ബി ആൻഡ് പേഴ്സൺ സി. ഈ 3 പേഴ്സോണാസിനും നമ്മളുടെ പ്രൊഡക്റ്റ് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ആംഗിളിൽ വേണം നമ്മൾ ആഡ് ചെയ്യാൻ. അപ്പം നമ്മളുടെ ടാർഗറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ആഡ് സെറ്റ് ടാർഗറ്റിംഗ് മതി. ഈ മാർക്കറ്റിംഗ് ആംഗിൾ ലെറ്റ്സ് ഫ്രീലാൻസേഴ്സിന് വേണ്ടി ഒരു ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ ഈ
സ്കെയിലിംഗ് ഇഷ്യൂസ് ഉണ്ട്. 10 ലാക്സ് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് എങ്ങനെ ഹൗ ടു സ്കെയിൽ ബിയോണ്ട് 10 ലാക്സ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിലിട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ട്രഡീഷണൽ ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഓക്കെ, ആർ യു സ്റ്റക്ക് അറ്റ് സം പ്ലേസ് ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് യു കുഡ് ടേക്ക് യുവർ പ്രൊഡക്റ്റ് ആൻഡ് യു ഹാവ് എ ഗ്രേറ്റ് പ്രൊഡക്റ്റ് മേ ബി ടു ഡിഫറെൻറ്റ് മെട്രോ സിറ്റീസ് ഓഫ് ഇന്ത്യ, ദെൻ വി ആർ ഹിയർ ഫോർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അവരുടെ അറ്റൻഷൻ, അവരുടെ പെയിൻ പോയിന്റ് നമ്മൾ അവർക്ക് റിലേറ്റബിൾ സ്ട്രഗിൾ ആയിരിക്കണം. എനി സ്ട്രഗിൾ അല്ല, അവർക്ക് ഈ സ്ട്രഗിൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പിന്നെ എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ഇവഞ്ച്വലി ലീഡ് ടു കൺവേർഷൻ. നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിൽ ഒരു 10% എബോ ആൾക്കാരെ വലിയ ആഡ് ബഡ്ജറ്റുകളിലേക്ക് സ്കെയിലിംഗ് ആയിട്ട് പോകുന്നു. ബാക്കിയുള്ള 90% ആൾക്കാരും ഒരു അറൗണ്ട് 3 lakh 5 lakh ആഡ് ബഡ്ജറ്റിലാണ് ഒരു ലിമിറ്റേഷൻ എത്തി അവിടെ ഇടിച്ചു നിൽക്കുന്നത്. അതിന് മുകളിലോട്ടുള്ള ആഡ് ബഡ്ജറ്റിലേക്ക് ഇതിലേക്ക് പുഷായി പോകുന്നില്ല. അത് എന്തുണ്ടായിരിക്കാം? എങ്ങനെ അവർക്ക് അത് ഓവർകം ചെയ്യാം? ഇതിന്റെ ആൻസർ ഐ തിങ്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ, ഒന്ന് മെയിൻ റീസൺ എന്തുകൊണ്ടാണ് അവർ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യാത്തത്. ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് റേഷ്യോ പെർസെൻറ്റേജ് വൈസിൽ പ്രോഫിറ്റ് കുറഞ്ഞു. പക്ഷേ ദിസ് ഈസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, അതായത് നിങ്ങൾ ആ ഒരു ബിഗ്ഗർ ഈ ഏറ്റവും ഫസ്റ്റ് ഓക്കെ നമ്മളുടെ ഒരു അഡോപ്ഷൻ കർവ്, ഐഡിയ അഡോപ്ഷൻ കർവ് ഉണ്ട്. അതിൽ നമ്മൾ പ്രൊഡക്റ്റ്, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കുറച്ച് ഇന്നോവേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അവരല്ല ആക്ച്വലി നമ്മളുടെ ബിഗ് ചങ്ക്. ഇത് പെട്ടെന്ന് സാച്ചുറേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഏർലി അഡോപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഏർലി അഡോപ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ഒരു ഗ്രാഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബെൽ കേവ് പോലെയാണ്. ഇതിന്റെ നടുക്കാണ് ഏറ്റവും കൂടുതൽ വോളിയം കിടക്കുന്നത്. നമ്മൾ ഈ ഇപ്പൊ ഏർലി അഡോപ്റ്റേഴ്സിനെ നമുക്ക് സെല് ചെയ്യാൻ നമുക്ക് വരുന്ന കോസ്റ്റിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇന്നോവേറ്റേഴ്സിനെ ഈസി ആയിട്ട് കിട്ടും. അടുത്ത ലെവലിൽ പോകുമ്പോൾ നമുക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കൂടും. പിന്നത്തെ ലെവലിൽ പോകുമ്പോൾ കസ്റ്റമർ അക്വിസിഷൻ നല്ലപോലെ കൂടും. പിന്നീട് കുറേ, അതായത് ഇപ്പം മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സി ഡി ഇട്ടിട്ട് പിന്നെ മൂവി കാണുന്ന ആൾക്കാർ ഇല്ല ഇപ്പോൾ. ഓക്കെ, പക്ഷെ ഇപ്പോഴും അത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ലൈക്ക് അതൊരു നൊസ്റ്റാൾജിയ ആയിട്ട്. ഇപ്പം അവരെടുത്ത് നമ്മൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതറിയാം, അവർക്കൊരു വേൾഡ് വ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടേതായ രീതിയിൽ അവരുടെ വേൾഡ് വ്യൂ കറക്റ്റാണ്. അപ്പം എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇന്നോവേറ്റേഴ്സ്, ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ, പുതിയ ഐഫോൺ വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് എടുക്കാമെന്നല്ല, ലൈക്ക് അതിൻ്റെ വാല്യൂ, ഫീഡ്ബാക്ക്, അതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് വരുന്നതിന് മുന്നേ എനിക്ക് ആ ഒരു നൊവൽറ്റി ബേസിസ് അല്ലെങ്കിൽ ലൈക്ക് ചേസിങ് ദ ഷൈനി, ലൈക്ക് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇങ്ങനത്തെ പ്രൊഡക്ട്സുകൾ. പക്ഷേ ഇത് കുറച്ച് സമയം എടുത്ത് ഇപ്പം EVൻ്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ EV നമുക്ക് എല്ലാവർക്കും ഒരേ ബെസ്റ്റ് ആണെന്ന്. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇഷ്യൂസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കമ്പനി പ്രൊഡക്റ്റ് റിഫൈൻ ചെയ്യട്ടെ, എന്നിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ കസ്റ്റമർ ഉണ്ട്. ഇപ്പം നമ്മളെ പോലുള്ള കസ്റ്റമേഴ്സ്, EVക്ക് റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരെ അക്വയർ ചെയ്യാൻ കോസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു സ്വിച്ചിൽ നിന്ന് പെട്ടെന്ന് EV വാങ്ങിച്ച കസ്റ്റമർ ബേസിൽ നിന്ന് ഈ കസ്റ്റമർ ബേസിലോട്ട് എത്തുമ്പം അവർക്കൊരു ഫ്രിക്ഷൻ ഫീൽ ചെയ്യുമ്പം ദേ സ്റ്റാർട്ട് ഡൗട്ടിങ് ദെയർ ഐഡിയ, ഒരു സാച്ചുറേഷൻ എത്തിയെന്ന്. പക്ഷെ ഇതൊരു സാച്ചുറേഷൻ അല്ലേ, ദിസ് ഈസ് ദ നോം. അപ്പം ഇനീഷ്യലി ഓപ്പറേറ്റ് ചെയ്ത പ്രോഫിറ്റ് പെർസെൻറ്റേജ് എപ്പോഴും സ്കെയിൽ ചെയ്യുമ്പോൾ, സ്കെയിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ആണ് കസ്റ്റമർ അക്വിസിഷൻ. മോസ്റ്റ് ഓഫ് ദ കേസസ് ഫസ്റ്റ് പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ യു മേക്ക് നോ മണി. ആ ഒരു ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസപ്പോയിൻ്റ് ആവില്ല. I am selling maybe this mic, I'm selling this mic and first product I make no money. പക്ഷെ ഇതേ പ്രൊഡക്റ്റിൻ്റെ തന്നെ മേ ബി അടുത്ത് if they are much satisfied with the product, they will come and buy laptop from the same company. That's when you start making money. അപ്പോൾ ഫസ്റ്റ് സ്കെയിലിംഗിൽ ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആർ ഓൺലി പർച്ചേസിങ് വൺ ടൈം ഓർ ദേ ആർ നോട്ട് ബ്രിങ്ങിങ് അതർ കസ്റ്റമേഴ്സ്. സോ ഇവർ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഇപ്പോൾ വൺ ടൈം ട്രാൻസാക്ഷൻ ആണെങ്കിൽ റെഫറൽ സിസ്റ്റം ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ലൈക്ക് അബ്രോഡ് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെല് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഇല്ല. ലൈക്ക് ബേസിക്കലി ക്രോസ് സെല് ചെയ്യാൻ പറ്റും, ലൈക്ക് അബ്രോഡിലോട്ട് ക്യാഷ് അയക്കുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ സർവീസസ് ഒക്കെ ചെയ്യാം. അതൊന്നും ഒരു ബിഗ് ചങ്കല്ല. പക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, റെഫറൽ മാർക്കറ്റിംഗ് എൻഹാൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. ഓഡിറ്റ് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഇപ്പോൾ ഇതിൽ മെയിൻലി 3 പാർട്സാണ് ഉള്ളത്. ഓഡിറ്റ് ചെയ്യേണ്ട 3 ഏരിയാസാണ് ഉള്ളത്. അപ്പം നെസസറി ആയിട്ട് ഓഡിറ്റ് ചെയ്യേണ്ട 2 പാർട്സാണ് ഉള്ളത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് ടോപ്പ് ഫണൽ മെട്രിക്സും ഒന്ന് ബോട്ടം ഫണൽ മെട്രിക്സും. ടോപ്പ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഗുഡ് ആർ യു ഏബിൾ ടു ക്യാപ്ചർ അറ്റൻഷൻ. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീഡിയോൻ്റെ ഹുക്ക് റേറ്റ്, ഇപ്പോൾ ഒരു സമയത്ത് ഹുക്ക് റേറ്റ് പോപ്പുലർ ആയപ്പോൾ എവ്രി വൺ വെൻഡ് ആഫ്റ്റർ ഹുക്ക് റേറ്റ്. ഈ ഹുക്ക് റേറ്റ് എന്നുള്ളത് ഒരു ടോപ്പ് ഫണൽ മെട്രിക് ആണ്. ലൈക്ക്
എത്ര എങ്ങനെയാണ് ലൈക്ക് ആർ പീപ്പിൾ വാച്ചിങ് ബിയോണ്ട് 3 seconds ഓഫ് യുവർ വീഡിയോ ആഡ്, അതാണ് മെയിനായിട്ട് മെഷർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഹുക്ക് റേറ്റ് സ്പൈക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫണ്ണി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഐഫോണിൻ്റെ ഒരു ഗിവ് അവേ കാണിച്ച്, അപ്പോൾ ഡെഫിനറ്റ്ലി ഐഫോൺ ഗിവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ ഫസ്റ്റ് 3 seconds കാണും. എന്നിട്ട് നമ്മൾ സോപ്പ് സെല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹുക്ക് റേറ്റ് നോക്കുമ്പോൾ 40% 50% ഉണ്ടാവും. പക്ഷേ പിന്നീട് അങ്ങോട്ടാണ് ആൾക്കാർ ഡ്രോപ്പ് ഓഫ് ചെയ്യുക, അവർ ആക്ഷൻ പോലും എടുക്കാണ്ട് നോക്കുക. അപ്പോൾ ഈ ഹുക്കും മെയിൻ ബോഡിയും തമ്മിൽ എപ്പോഴും കണക്റ്റ് ആയിരിക്കണം. ഹുക്ക് മെയിൻ ബോഡി അല്ല, ഹുക്ക് മെയിൻ ബോഡി ആൻഡ് കോൾ ടു ആക്ഷൻ കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൾ ടു ആക്ഷനും മെയിൻ മാറ്ററും കണക്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഹുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഹുക്ക് റേറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഹുക്ക് റേറ്റും ഹോൾഡ് റേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹുക്ക് റേറ്റ് ഭയങ്കര ഫ്ലോപ്പായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കാരണം ലെറ്റ്സ് ഒരു 10% ഹുക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫേസ്ബുക്കിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇംപ്രഷനാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇംപ്രഷൻ ഒരു 10,000 ഇംപ്രഷൻ 10,000 ടൈംസ് നമ്മൾ ആഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഹുക്ക് റേറ്റ് 10% താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 100 പേരെ 3 സെക്കൻഡ് കഴിഞ്ഞ് പോകുന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ ബെസ്റ്റ് പാർട്ട് ലാസ്റ്റ് ഉണ്ടാവും, പക്ഷെ അതൊരിക്കലും ഈ 10,000 ആളുകളിൽ 100 പേരിൽ കൂടുതൽ ആളുകൾ കാണുന്നില്ല. അപ്പം അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് പീപ്പിൾ നെവർ നോ ഹൗ ഗ്രേറ്റ് യുവർ പ്രൊഡക്റ്റ് ഈസ് അൺലെസ് യു ആർ ഏബിൾ ടു ഹുക്ക് ദം ഇൻ. അപ്പോൾ അവർ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ക്രോളിംഗ് ആണ് ഹാബിറ്റ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്ക്രോൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെട്രിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, ആർ വി ഏബിൾ ടു അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഹുക്ക് റേറ്റ്, ഹോൾഡ് റേറ്റ് നോക്കുക. അതേപോലെ തന്നെ CPC ഒക്കെ ഒരു ടോപ്പ് മിഡിൽ മെട്രിക് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ ആഡ് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്ക്രോൾ ചെയ്യുക. ലൈക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ഷൻ, ലൈക്ക് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ CPC എന്താണെന്നുള്ളത് എപ്പോഴും നോക്കണം. CPCനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് CTR. ഓക്കെ, ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ എത്ര % ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് CTR നോക്കുന്നത്. ഇപ്പോൾ ലെറ്റ്സ് നമ്മളെ ഹുക്ക് റേറ്റ് നല്ല ഫിഗറാണ് വരുന്നത്, ഒരു 30% ഉണ്ട്. പക്ഷേ നമ്മളുടെ CTR ഒരു 1% താഴെയാണെങ്കിൽ അഗൈൻ അതിലൊരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ CTR കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കോൾ ടു ആക്ഷനും വേണം. ഓക്കെ, അപ്പോൾ നല്ലൊരു ആഡ് ഉണ്ട്, നല്ല ഹുക്കാണ്, ആൾക്കാരെ ഹുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, CTR പുവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്നു, ആഡ് കാണുന്നു, ഫസ്റ്റ് 3 seconds കാണുന്നു, ഹാപ്പി, മേ ബി ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിരിക്കും. ആ എൻ്റർടൈൻമെൻറ്റ് പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്ഷൻ എടുക്കുന്നില്ല. പക്ഷെ നമുക്ക് ആസ് എ ബിസിനസ് ഓണർ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ വേണ്ട റവന്യൂ ആണ്. അപ്പോൾ ഹുക്ക് ഉണ്ടോ നോക്കുക. ഒരു ഹുക്ക് മിനിമം ഒരു 20% ഒരിക്കലും ഹുക്ക് പോകരുത്. പക്ഷേ 30 ഉണ്ടെന്ന് വെച്ചാൽ ബെറ്റർ അല്ല, പക്ഷെ 30 ആണ് ഐഡിയൽ ആയിട്ട് ജനറലി പറയാറ്. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ട്, നല്ല രീതിയിൽ ആഡ് സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ 30% ഹുക്ക് റേറ്റ് ഉള്ളതിനേക്കാളും കൂടുതൽ റോയാസ് ഉള്ളത് 20% ഉള്ളതിനാണ്. അതാണ് ഞാൻ സ്കെയിലും ചെയ്യുന്നത്. അപ്പം ദർ വുഡ് ബി എ സിറ്റുവേഷൻ വേർ നമ്മൾ നല്ല ഹുക്ക് റേറ്റ് ഉള്ളത് മാറ്റി വെച്ച് ലോ ഹുക്ക് റേറ്റ് ഉള്ളത് സ്കെയിൽ ചെയ്യും. പക്ഷെ ഹുക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ വാലിഡേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ജസ്റ്റ് വാലിഡേറ്റിംഗ് ഹൗ ഗുഡ് ആർ യു ഏബിൾ ടു ക്യാപ്ചർ അറ്റൻഷൻ. ഇപ്പം നമ്മൾ AIDA എന്നുള്ളൊരു ഫാക്ടർ നോക്കിയാൽ മതി. നമുക്ക് ഈ ബിസിനസ് സക്സസ്ഫുൾ ആവണമെങ്കിൽ വി ഷുഡ് ബി ഗുഡ് അറ്റ് അവെയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ആക്ഷൻ. ഓക്കെ, അപ്പം ഇതിൽ ഒന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ ഹുക്കിൽ. അഗൈൻ ഹുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ AIDA മോഡൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഡിസയർ ആൻഡ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ആളുകൾ ആക്ഷൻ എടുക്കുന്നുണ്ടോ നമ്മുടെ ക്രിയേറ്റീവിൽ എന്നുള്ളത് നോക്കുക. അപ്പോൾ CTR മെഷർ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ CPC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങളെ CTR ഓക്കെ ആണെന്നുണ്ടെങ്കിൽ CPC ബെറ്റർ ആവും. കാരണം CPC ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM-നെയാണ്. ഓക്കെ, കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ. ഈ CPM-ൽ ബേസിക്കലി നമുക്ക് വലിയൊരു കൺട്രോൾ ഇല്ല. അതൊരു ഫാക്റ്റാണ്. നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണ് ഉള്ളത് ആ ഇൻഡസ്ട്രിക്ക് ഒരു CPM ഉണ്ട്. ഈ CPM ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ ബിഡിങ് ആണ്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ B2B ഒക്കെ ആണെങ്കിൽ ജനറലി ഹൈ CPM ആവും. ഇപ്പോൾ CPM കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, ക്രിയേറ്റീവ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യെസ് എന്നാണ് ആൻസർ. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് ലിവർ. ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവിൽ ഒരു വിന്നിങ് ക്രിയേറ്റീവ് എടുത്തു എന്ന് വെച്ചോ, അതേപോലെ ലൂസിങ് ക്രിയേറ്റീവ് ഉണ്ടെന്നെങ്കിൽ ഈ വിന്നിങ് ക്രിയേറ്റീവിൻ്റെയും ലൂസിങ് ക്രിയേറ്റീവിൻ്റെ CPM നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 20% ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ക്രിയേറ്റീവ് വന്നു കഴിഞ്ഞാൽ CPM കുറയും. പക്ഷെ അതല്ല ഒരു മേജർ ഫാക്ടർ. ഓക്കെ, അപ്പോൾ CPM നിങ്ങൾ ട്രാക്ക് ചെയ്യണം. ആൻഡ് ക്രിയേറ്റീവ് മോശമായി കഴിഞ്ഞാൽ CPM മോശമാകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ CPM നിങ്ങളൊരു ഇൻഡസ്ട്രീൻ്റെ ഒരു നമ്പർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് CPM-ഉം അതുപോലെ തന്നെ
നമ്മളുടെ CTR കൂടെ ഉള്ള ഒരു ഇക്വേഷനിലാണ് CPC വരുന്നത്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനം CTR ആണ്, ക്ലിക്ക് ത്രൂ റേറ്റ്. ഹുക്ക് റേറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് രണ്ടും ബെറ്റർ ആണെങ്കിൽ, നിങ്ങളുടെ ഹുക്ക് റേറ്റും ബെറ്റർ ആണ്, നിങ്ങളുടെ CTRും ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ CPC ഇമ്പ്രൂവ് ചെയ്യും. അപ്പം CPC കുറവാണെന്നുള്ളതിന് മൾട്ടിപ്പിൾ ചാൻസസ് ഉണ്ട്. അഗൈൻ ഓക്കെ, ഒന്ന് ആളുകൾ ക്ലിക്ക് ചെയ്യുന്നില്ല, രണ്ട് നിങ്ങൾക്ക് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ CPC കോസ്റ്റ് പെർ ലിങ്ക് ക്ലിക്ക്, അഗൈൻ CPC എന്ന് പറയുമ്പോൾ CPC ഓൾ ഉണ്ട്, CPC ലിങ്ക് ക്ലിക്ക് ഉണ്ട്, ഔട്ട് ബൗണ്ട് ലിങ്ക് ക്ലിക്ക് ഉണ്ട്. CPC ഔട്ട് ബൗണ്ട് ലിങ്ക് ക്ലിക്ക് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ ലൈക്ക് ഒരു ക്ലിക്കായിട്ട് എടുക്കും, കമൻറ്റ് ഒരു ക്ലിക്കായിട്ട് എടുക്കും, ആ പ്ലേ ബട്ടൺ അത് പോസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അത് പ്ലേ ചെയ്യുമ്പോൾ അതൊരു ക്ലിക്കായിട്ട് എടുക്കും. പക്ഷെ അതൊന്നും നമ്മളുടെ ആക്ഷൻ അല്ലല്ലോ. അപ്പോൾ CPC നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് CPC ഓൾ മാറ്റി CPC ഔട്ട് ബൗണ്ട് ലിങ്ക് ക്ലിക്ക് മാത്രം നോക്കുക. ഇതാണ് ഫസ്റ്റ് മെട്രിക് വരുന്നത്. മിഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ഇതിൽ നമ്മൾ മിഡിൽ മെട്രിക്സിലൊക്കെ മെയിനായിട്ട് ലാൻഡിങ് പേജ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ലെറ്റ്സ് നമുക്കൊരു 100 ക്ലിക്ക് കിട്ടി. പക്ഷേ ഈ 100 ക്ലിക്ക് കിട്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആവുന്നില്ല എന്ന് വെച്ചോ. ഓക്കെ, മേ ബി ക്ലിക്ക് കിട്ടി. ഇപ്പോൾ ആമസോണിൽ പറയുന്ന ഒരു കണക്കുണ്ടായിരുന്നു, ലൈക്ക് അവരുടെ വെബ്സൈറ്റ് സ്പീഡ് 1 സെക്കൻഡ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, 1 സെക്കൻഡ് അവർ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ, പേജ് ലോഡ് ടൈം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് $1 ബില്യൺ റവന്യൂയിൽ നഷ്ടം വരുന്നത്. പക്ഷേ നമുക്ക് അത്രയേ ഉള്ളൂ നമ്മുടെ അറ്റൻഷൻ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കൂടുതൽ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെറ്റ്സ് CPC കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെന്താ പറയുന്നത്, ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അവിടെ ലാൻഡിങ് പേജ് വ്യൂ അല്ല മെഷർ ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് ആ മെട്രിക് ഉണ്ടാക്കാൻ പറ്റും. കോസ്റ്റ് പെർ ലാൻഡിങ് പേജ് വ്യൂ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടാക്കാൻ പറ്റും. CPC കോസ്റ്റ് പെർ ലാൻഡിങ് പേജ് വ്യൂ കമ്പയർ ചെയ്യാനും പറ്റും. ഇപ്പം 100 ക്ലിക്ക് കിട്ടിയിട്ട് ആകെ 50 ആൾക്കാരെ ലാൻഡിങ് പേജ് എത്തിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മേജർ ഇഷ്യൂ ഉണ്ട്. കാരണം 50 ആൾക്കാർ എന്തുകൊണ്ട് എത്തുന്നില്ല? പേജ് ക്രാക്ക് ആയതുകൊണ്ടായിരിക്കാം, പേജ് സ്പീഡ് കൂടുതലായി, ചിലപ്പോൾ വൈഫൈ യൂസേഴ്സിന് മാത്രമായിരിക്കും ചിലപ്പോൾ സീംലെസ് ആയിട്ട് നിങ്ങൾക്ക് പേജിലോട്ട് എത്താൻ പറ്റുന്നത്. ഇനി പോട്ടെ, പേജിൻ്റെ റെസ്പോൺസീവ്നെസ് മോശമാണെന്നുണ്ടെങ്കിൽ മേ ബി വിൻഡോസിലുള്ള യൂസേഴ്സിന് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും, ഫോണിലുള്ളവർക്ക് ലാപ്ടോപ്പിലുള്ളവർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും, PC-യിലുള്ളവർക്ക്, അല്ലാത്തവർക്ക് ചിലപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും, സ്ലോ അല്ല നല്ലൊരു യൂസർ ഇൻ്റർഫേസ് കിട്ടുന്നുണ്ടാവില്ല. അപ്പം ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട മെട്രിക് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ ലാൻഡിങ് പേജ് വ്യൂ, അതുപോലെ തന്നെ ബൗൺസ് റേറ്റ്. ഇപ്പോൾ കോസ്റ്റ് പെർ ലാൻഡിങ് പേജ് വ്യൂ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ CPCയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുക. അതായത് ക്ലിക്ക് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് ലാൻഡിങ് പേജിലോട്ട് എത്താൻ എടുക്കുന്ന കോസ്റ്റ് സെയിം ആയിരിക്കണം. പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് എന്തായാലും ഉണ്ടായിരിക്കും. കാരണം കുറച്ച് ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ തന്നെ ചില ആഡ് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാൻഡിങ് പേജിൽ എത്താണ്ട് ബാക്ക് അടിച്ച് പോകില്ലേ, അല്ലെങ്കിൽ അറിയാണ്ട് ക്ലിക്ക് ചെയ്തോ. പക്ഷെ ഒരു 90% ആൾക്കാരും ക്ലിക്ക് ചെയ്യുന്നത് ലാൻഡിങ് പേജിൽ എത്തണം. എന്നിട്ട് ലാൻഡിങ് പേജിൽ എത്തിയിട്ട് ആളുകൾ ആക്ഷൻ എടുക്കാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ബൗൺസ് റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ആൾക്കാർ ബൗൺസ് ആയി പോകുന്നുണ്ട്, ലൈക്ക് എത്തുന്നതിൻ്റെ ഒരു 80% 60% ബൗൺസ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ റോങ് ഓഡിയൻസിനാണ് അവിടെ എത്തിച്ചതെന്നുള്ളതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാട്സപ്പ് ആഡിനേക്കാളും ലാൻഡിങ് പേജിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മിഡിൽ ഫണൽ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഹൗ ആർ ദ ഗ്രോയിങ് ദർ. ടോപ്പ് ഫണൽ എടുത്ത് ആഡ് ഗ്രേറ്റ് ഓക്കെ, പക്ഷേ മിഡിലിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ സോർട്ട് ചെയ്തിട്ട് ബോട്ടത്തിലോട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് സ്ക്രോൾ ഡെപ്ത്. അപ്പം മിഡിൽ ആക്ച്വലി നിങ്ങൾ വലിയൊരു സ്പെൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ മിഡിൽ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ലൈക്ക് ഒരു മിനിമം 3 lakhs എങ്കിലും സ്പെൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ മിഡിൽ ചെക്ക് ചെയ്യണം. കാരണം മിഡിൽ ഓട്ടോമാറ്റിക് നിങ്ങൾ ഷോപ്പിഫൈ, കാരണം വലിയ സ്പെൻഡ് ഇല്ലെങ്കിൽ മോസ്റ്റ്ലി നിങ്ങളെ ട്രാഫിക് വിടുന്നത് വേർഡ്പ്രസ് സൈറ്റിലോട്ടോ വിക്സിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കസ്റ്റം സൈറ്റ് ആവില്ല. അപ്പോൾ അതൊക്കെ സീംലെസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അൺലെസ് നിങ്ങൾ വലിയ വീഡിയോസൊക്കെ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പേജ് ലോഡ് കുറയും. അപ്പോൾ അവിടെ മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ബോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൺവേർഷൻ റേഷ്യോ CVR ഓക്കെ, അത് ചെക്ക് ചെയ്യണം. ആൻഡ് ദി ബെസ്റ്റ് ROAS എന്തായാലും ചെക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ ബിസിനസ്സിനും ROAS കാൽക്കുലേറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. CAC ചെക്ക് ചെയ്യണം. ഓക്കെ, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. പക്ഷെ നിങ്ങൾ ബോട്ടത്തിൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ്, ടോപ്പിൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അത് ബോട്ടത്തിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ CVR, കൺവേർഷൻ റേഷ്യോ. ഈ കൺവേർഷൻ റേഷ്യോ നമുക്ക് ബോട്ടത്തിൽ മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഒരാൾ നമ്മളുടെ പ്രൊഡക്റ്റ് മേ ബി ഒരു കോഴ്സ് സെല് ചെയ്യുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ കോഴ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഷൻ ഗ്രാബ് ചെയ്തു, ആൾക്കാർ വെബ്സൈറ്റിൽ വന്നു, ആരും ബൗൺസ് ചെയ്തില്ല, വെബ്സൈറ്റിൽ നിന്ന് ലീഡായി. അവിടുത്തെ സെയിൽ ക്ലോസ് റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. കൺവേർഷൻ റേഷ്യോ കുറേ രീതിയിൽ മെഷർ ചെയ്യാം. ക്ലോസ് റേഷ്യോ നോക്കുന്നതാണ് നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലായിരിക്കും ആ സൈഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ചില കമ്പനിയിൽ ബോട്ടം ഫണലിൽ മാർക്കറ്റിങ്ങിനൊരു ബോട്ടം ഉണ്ടായിരിക്കും, അതേപോലെ സെയിൽസ് ടീമിനൊരു ബോട്ടം ഉണ്ടാവും.
അപ്പം നമ്മളുടെ ഇപ്പം ഈ ഒരു കേസിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഞാൻ കൊടുക്കുന്ന ലീഡ്സിൽ എത്ര ലീഡ്സ്, അപ്പം ഇവിടുത്തെ കൺവേർഷൻ റേഷ്യോ എങ്ങനെ വരും? അഗൈൻ നമ്മൾ നമ്പർ എടുത്ത് നോക്കാം. 100 ലീഡ് വന്നു. അപ്പം 100 ലീഡാണ് ലെറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതിൽ നമുക്ക് 100 എണ്ണത്തിൽ 6 എണ്ണം കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മളുടെ കൺവേർഷൻ റേഷ്യോ വരുന്നത് 6% ആണ്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ റിയാലിറ്റി എന്താ വെച്ചാൽ 100 ലീഡിൽ ആകെ 60 ലീഡ് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 60 ലീഡ്സിനാണ് 6 എണ്ണം കൺവേർട്ട് ചെയ്തത്. അപ്പോൾ 60 ലീഡ്സിൽ 6 എണ്ണം കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവേർഷൻ റേഷ്യോ 10% ആണ് ഇതിന് എഫക്റ്റീവ്. വാട്ട് ഈഫ് നമ്മൾ ഈ 40 ലീഡ്സിൽ കണക്ട് ചെയ്യാത്ത 40 ലീഡ്സിൽ സംഹൗ വി ഫൈൻഡ് എ വേ, വി ഫിഗർ ഇറ്റ് ഔട്ട്. ഈ 40 ലീഡ്സിൽ ഒരു 20 എണ്ണം നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ഈ 20 എണ്ണത്തിൽ സ്റ്റിൽ നമുക്ക് ഈ 60 എണ്ണത്തിൽ വന്ന ഈ 10% കൺവേർഷൻ റേഷ്യോ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ 20 എണ്ണത്തിൽ എത്ര കൺവേർട്ട് ആവും? 2 എണ്ണം കൺവേർട്ട് ആവും. സി, അപ്പോൾ ഓവറോൾ നമ്മളുടെ കൺവേർഷൻ 100 എണ്ണത്തിൽ 6 എന്നുള്ളത് 8 ആയി. കൺവേർഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്ത് 25% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതേപോലത്തെ ന്യൂആൻസസ് നമ്മളുടെ എല്ലാ കമ്പനീസിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ബോട്ടം ടോപ്പ് ഫണൽ നോക്കാണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് മിഡിൽ ഫണൽ നോക്കാണ്ട് ഒരു ഓവറോൾ നോക്കുക. ഇനി നിങ്ങൾക്ക് ആകെ 2 നമ്പറാണ് മെഷർ ചെയ്യാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നോക്കുക, ദെൻ ലൈഫ് ടൈം വാല്യൂ നോക്കുക. ഇത് രണ്ടും ലൈക്ക് ഈ കസ്റ്റമർ ദർ ഇസ് എ റേഷ്യോ, ലൈക്ക് ഐഡിയൽ റേഷ്യോ ലൈഫ് ടൈം വാല്യൂവിനെ നമ്മൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3:1 വേണം എന്നുള്ളത്. അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് അഗെയിൻ ഫസ്റ്റ് പേർച്ചേസ് നോക്കരുത്. നിങ്ങളുടെ ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ മേ ബി ഫസ്റ്റ് പേർച്ചേസ് നോക്കാം. അപ്പം മേ ബി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ കുറച്ച് ക്ലയൻസ് ഒക്കെ എടുത്തപ്പോൾ അവരുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വാസ് ഹ്യൂജ്. ഓക്കെ, അവരുടെ ഫസ്റ്റ് റിട്ടൻഷൻ ഫീനേക്കാളും കൂടുതലായിരുന്നു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ കമ്പനി ആ മാർക്കറ്റിംഗ് ചെയ്ത് നിർത്തും. പക്ഷെ വലിയ ബിഗ് കമ്പനീസിന് ഈ ഗെയിം അറിയാം. അതായത് ഫസ്റ്റ് ഞാൻ ഡെഫിനറ്റ്ലി ഐ ഹാവ് ടു പുട്ട് സം മണി ഓൺ ദ ടേബിൾ. ഓക്കെ, എന്നാലാണ് എനിക്ക് ആ ക്ലയൻറ്റിനെ അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് വരുന്ന സെക്കൻഡ്, തേർഡ്, ഫോർത്ത് മന്ത് ആണ്. പിന്നെ ഇത് ഹൈ ടിക്കറ്റ് വാല്യൂ ആണല്ലോ. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് എപ്പോഴും നമ്മളുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റും ലൈഫ് ടൈം വാല്യൂ. ഇപ്പോൾ 3 പ്രാവശ്യം കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് എൻ്റെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് 10,000 ആൻഡ് എൻ്റെ ലൈഫ് ടൈം വാല്യൂ എവറി കസ്റ്റമർ വരുമ്പോൾ എനിക്ക് 3 പ്രാവശ്യം പർച്ചേസ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 30,000 ഒരു ലൈഫ് ടൈം വാല്യൂ ഉണ്ടാവും. ഇതിൻ്റെ ഒരു റേഷ്യോ 3:1 ആയിരിക്കും. മോസ്റ്റ്ലി നിങ്ങൾ ആ സിറ്റുവേഷനിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും ആൻഡ് സ്കെയിലബിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഞാൻ ഈ DNPയിൽ ഞങ്ങൾ യൂസ് ചെയ്ത സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഈ ലീഡ് വന്നു DNP ആണെന്നുണ്ടെങ്കിൽ CRMൽ ഡു നോട്ട് പിക്ക് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു വാട്സപ്പ് ടെംപ്ലേറ്റ് ഇന്ന ഞാനിങ്ങനെ വിളിച്ചിരുന്നു, ഓക്കെ, തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന സ്റ്റാഫാന്ന് പറഞ്ഞിട്ട് ടെംപ്ലേറ്റ് ഓട്ടോമാറ്റിക്കലി സെൻഡ് ആവും. അങ്ങനെ ബിൽഡ് ചെയ്തപ്പോൾ 3% എക്സ്ട്രാ എടുക്കാൻ പറ്റി, എക്സ്ട്രാ ഇമ്പ്രൂവ് ആയി. അപ്പോൾ ഈ 3% ലെറ്റ്സ് ഒരു 100 ലീഡ് ഇങ്ങനെ 3% വന്നു വെച്ച് കഴിഞ്ഞാൽ ആ 100 ലീഡിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 എണ്ണം കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ഈ 5% അല്ലെങ്കിൽ 5 എക്സ്ട്രാ കസ്റ്റമേഴ്സ് ആണ് വരുന്നത്. ഈച്ച് കസ്റ്റമർ മേ ബി ഒരു 50,000 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 into 50,000 റുപ്പീസ് 2.5 ലാഖിൻ്റെ എക്സ്ട്രാ റവന്യൂ ആണ് ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി വഴി. അത് എനിക്ക് തോന്നുന്നു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി API പ്രൊവൈഡേഴ്സ് 1 റുപ്പി, നമ്മൾ ലൈക്ക് കമ്പനി ഇനീഷ്യേറ്റ് ചെയ്ത മെസ്സേജ് ആണെങ്കിലും വിത്ത് ഇമേജ് അയക്കാൻ 1 റുപ്പി വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 1 റുപ്പി സ്ട്രാറ്റജി ഈസ് ഗിവിംഗ് ഔട്ട് 2.5 lakh in revenue. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്വീറ്റ് സ്പോട്സുകൾ ഉണ്ടായിരിക്കും. ഞാനും ഇങ്ങനത്തെ കുറച്ച് ഇതേപോലെ തന്നെ നമ്മൾ ആക്ച്വലി ലൈക്ക് ഒരു ഫണൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ തന്നെ. അപ്പം ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഡെമോ ക്ലാസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇവരുടെ പ്രോസസ്സ് എന്ന് വെച്ചാൽ 1-to-1 ട്യൂട്ടറിങ്ങിലാണ്. അപ്പം ഒരു ലീഡായി മാറും. അപ്പോൾ ലീഡായി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവർക്ക് പേഴ്സണൽ ട്യൂട്ടർ വെക്കില്ല. പേഴ്സണൽ ട്യൂട്ടർ 850 റുപ്പീസൊക്കെയാണ് ഹവർലി ചാർജ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ. അപ്പോൾ അവർക്ക് എപ്പോഴും 850 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 100 മണിക്കൂർ എടുക്കില്ല. ലെറ്റ്സ് ഒരു 100 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ 85,000 റുപ്പീസാണ് അവർ ബേസിക്കലി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫണൽ നോക്കുന്ന സമയത്ത് ഒരാൾ ലീഡ്സ് ഡെമോ ക്ലാസ് ബുക്ക് ചെയ്യും. അതാണ് നമ്മളുടെ ലീഡ് ജനറേഷൻ, ലീഡ് മാഗ്നറ്റ് പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ someone from our team will call them, check അവരുടെ കിഡ്സ് എവിടേക്കാണ് സ്റ്റക്ക്,
പാരൻസിന് എത്രത്തോളം അവരുടെ പ്രിപ്പറേഷനെ പറ്റി അറിയാം, അങ്ങനെ ഒരു ജസ്റ്റ് റഫ് ഐഡിയാസ് ഉണ്ടാക്കും. അതിനുശേഷം കുട്ടിയുടെ ടൈം അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മളുടെ ടീച്ചറിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഒരു ഡെമോ ക്ലാസ് ബുക്ക് ചെയ്യും. അപ്പോൾ ആക്ച്വലി ഇത് മൺഡേ ആണ് ലീഡ് വരുന്നതെങ്കിൽ ഡെമോ ക്ലാസ് മിക്കവാറും സാറ്റർഡേ സൺഡേ അങ്ങനെ കൺവേർഷൻ ഹൈ ആണ് ഡെമോ ക്ലാസ്സിൽ പാരൻസും ജോയിൻ ചെയ്താൽ. കുട്ടിക്ക് നമ്മളൊരു ഗ്രേറ്റ് ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാലും പാരൻസിന് ചിലപ്പോൾ അത് വിളിക്കുമ്പോൾ അവർക്ക് ആ ഒരു വാല്യൂ ഡെലിവർ ആവാത്തതുകൊണ്ട് നമ്മളുടെ പ്രൈസ് ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പോൾ പാരൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഇംപ്രഷൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഫണൽ ബ്രേക്ക് ആവാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. സിംഗിൾ പോയിന്റ് ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പോയിന്റ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാരൻസുമായിട്ടുള്ള സെഷൻസ് കുട്ടികളെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചെന്ന് വെച്ചാൽ എന്താണോ നമ്മൾ നോർമലായിട്ട് 1-to-1 പറയാം, ലൈക്ക് നമ്മൾ പറയില്ലേ ഇപ്പോൾ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിൽ നിങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്യുക, ലാപ്ടോപ്പിൽ അറ്റൻഡ് ചെയ്യുക, പാരൻസായിട്ട് അറ്റൻഡ് ചെയ്യുക. ലാസ്റ്റ് 10 മിനിറ്റ്സിൽ ടീച്ചർ പാരൻസിന് ആ ഒരു അനാലിസിസ് റിപ്പോർട്ട്, സ്റ്റുഡൻസ് ഇവാലുവേഷൻ റിപ്പോർട്ട് കൊടുക്കും. ഒരു 15 മിനിറ്റ്സിൻ്റെ സെഷൻ എടുത്തതിൽ എന്താണ് കുട്ടിയുടെ ലാഗ് ചെയ്യുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്, ലൈക്ക് എവിടെയൊക്കെയാണ് ഏരിയ ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മൾട്ടിപ്പിൾ ബിറ്റ്സ് ഓഫ് വീഡിയോസ് ആക്കിയിട്ട് നമ്മൾ ഇപ്പോൾ സെഷൻ ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് പോകും. സെഷൻ 1 മണിക്കൂർ മുന്നേ ഹൗ ടു ഗെറ്റ് മോസ്റ്റ് ഔട്ട് ഓഫ് ദ സെഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വിത്ത് മെസ്സേജ് വാട്സപ്പിൽ പോകും. ഒക്കെ API കോൾ ചെയ്തിട്ട് നമ്മളുടെ CRM നിന്ന് പോയത്. ഈ ഒരു സിംഗിൾ ആൻഡ് സിമ്പിൾ പ്രോസസ്സ് കാരണം ഞങ്ങളുടെ റവന്യൂവിൽ ഓൾമോസ്റ്റ് 16% ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. ഓക്കെ, സോ ആ സമയത്ത് കമ്പനി വാസ് ഡൂയിങ് 30 lakhs എ മന്ത്. അപ്പോൾ അതിൽ 16% ഇമ്പ്രൂവ്മെൻറ്റ് നെറ്റാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഷോപ്പ് റേഷ്യോ ഇൻക്രീസ് ചെയ്തു. അതായത് കുറേ ആളുകൾ പാരൻസ് മിസ്സാവുന്നുണ്ടായിരുന്നു ആക്ച്വലി ഡെമോ സെഷൻസ്, കാരണം അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം വിത്ത് വീഡിയോ, ഇമേജ് മാത്രമല്ല വിത്ത് വീഡിയോ ലുക്സ് ലൈക്ക് സമ്മൺ ഹാസ് അറ്റൻഡഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മാത്രമല്ല ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ തുടങ്ങി ഡെമോ ക്ലാസ്സിന് ശേഷം. അപ്പോൾ ഇതുപോലെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പം ഇതുപോലെ കോസ്റ്റ് എഫക്റ്റീവ്, ഇപ്പം അസം പറഞ്ഞ മാതിരി തന്നെ ചെറിയ ഒരു ഒറ്റ മെസ്സേജ് കാരണമാണ് ഈ 3% നിങ്ങൾക്ക് ലീഡ്സ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം വലിയ ഒരു ക്രിയേറ്റീവ് സ്ട്രാറ്റജി ഇല്ലാണ്ട് തന്നെ, അല്ലെങ്കിൽ വലിയൊരു സ്ട്രാറ്റജി ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വിൽ ഹാവ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ ദ കൺവേർഷൻ റേഷ്യോ ബോട്ടം ഫണലിൽ. ഇവൻച്വലി കൺവേർഷൻ ബെറ്റർ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി CAC ഇമ്പ്രൂവ് ചെയ്യാന്ന് നടത്തുക. പിന്നെ കൂടുതൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യും. പിന്നെ കസ്റ്റമർ ഹാപ്പി ആക്കി കഴിഞ്ഞാൽ കസ്റ്റമർ ഹാപ്പിനെസ് ഒക്കെ ബോട്ടത്തിലാണ് വരിക. ഹാപ്പി ആയി കഴിഞ്ഞാൽ ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ആവും. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഇതിൽ കേൾക്കുന്ന വേർഡാണ് അട്രിബ്യൂഷൻ. എന്താണ് അട്രിബ്യൂഷൻ? എന്താണ് മൾട്ടി ടച്ച് അട്രിബ്യൂഷൻ? ഓക്കെ, ഈ ആട്രിബ്യൂഷൻ നമ്മളിപ്പോൾ കുറേ ക്യാമ്പയിൻസ് റൺ ചെയ്യുകയാണ്. ഓരോ ക്യാമ്പയിൻസിലും ഓരോ ആഡ് സെറ്റ് ഉണ്ട്, അതുപോലെ ഓരോ ആഡ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ ഏതെങ്കിലും ക്യാമ്പയിൻ അസൈൻ ചെയ്യണം. ഓക്കെ, എന്നാലും നമുക്ക് മനസ്സിലുള്ളൂ. ഇപ്പോൾ 10 ക്യാമ്പയിൻസ് ഗൂഗിൾ ആഡ്സിലുണ്ട്, 10 മെറ്റ ആഡ്സിലുണ്ട്. നമുക്കൊരു ദിവസം 10 കസ്റ്റമർ കിട്ടി. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ലക്ഷ്യം നമ്മളൊരു 10,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡെയിലി നമുക്കൊരു മേ ബി ഹൈപ്പോത്തറ്റിക്കലി 50,000 റവന്യൂ വരുന്നു. അപ്പോൾ 10,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, 50,000 റവന്യൂ വരുന്നു. നമ്മൾ ഈ 10,000 ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ 5,000 നമ്മൾ ഗൂഗിൾ ആഡ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 5,000 നമ്മൾ മെറ്റ ആഡ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ആഡ്സിൽ 5 ക്യാമ്പയിൻ ഉണ്ട്, 1,000 സ്പെൻഡ് ചെയ്യുന്നത്. മെറ്റ ആഡ്സിൽ 5 ക്യാമ്പയിൻ ഉണ്ട്, 1,000 സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് 10,000 സ്പെൻഡ് ചെയ്യുന്നത്, 50,000 റവന്യൂ വരുന്നത്. നമ്മൾ ഹാപ്പിയാണ് ഈ ഒരു പ്രോസസ്സിൽ. പക്ഷേ ഇതിൽ കുറേ വേസ്റ്റഡ് സ്പെൻഡ് ഉണ്ടാവും. ഓക്കെ, മേ ബി ഈ 10 ക്യാമ്പയിനിൽ ഗൂഗിളിലുള്ള ഒരു ക്യാമ്പയിനും മെറ്റയിലുള്ള ഒരു ക്യാമ്പയിൻ ആയിരിക്കും ബ്രിങ്ങിങ് ദി എൻറ്റയർ റവന്യൂ. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, എന്തിനാണ് ബാക്കി ക്യാമ്പയിൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്? അപ്പോൾ നമുക്കൊരു ക്രെഡിറ്റ്സ്, ഒരു സക്സസ്, നമ്മുടെ ക്യാമ്പയിനിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏത് ക്യാമ്പയിനിൽ ഏത് ആഡ് സെറ്റിൽ ഏത് ആഡിൽ നിന്ന് വന്നെന്ന് അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിന്നേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, ലൂസേഴ്സിനെ കറക്റ്റ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിൽ തന്നെ എക്സ്പേർട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 11% ആണ്, അല്ലെങ്കിൽ 9 to 11% ആണ്. എന്ന് വെച്ചാൽ 10 ക്രിയേറ്റീവ് ലോഞ്ച് ചെയ്യുമ്പോൾ ആകെ 1 മാത്രം സക്സസ് ആവുന്നുള്ളൂ. അപ്പം ഈ ആട്രിബ്യൂഷൻ മോഡൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ആട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഓഫ്ലൈൻ അഡ്വർടൈസ്മെൻറ്റിലാണ്. ഇപ്പോൾ ലെറ്റ്സ് നമ്മൾ 10 ദിവസം ന്യൂസ് പേപ്പർ ആഡ്സ് ഇട്ടെന്ന് വെച്ചോ. ഓക്കെ, നമ്മൾ ഗ്രേറ്റ് സക്സസ് ആയി. പക്ഷെ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഏത് ന്യൂസ് പേപ്പർ ആഡാണ് വർക്ക് ചെയ്തതെന്നുള്ളത്. ആട്രിബ്യൂഷൻ കൊടുക്കുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് നമ്മൾ തമ്പാനൂരിൽ തന്നെ ഒരു 10 ബോർഡ്സ് വെച്ചെന്ന് വെച്ചു. അപ്പം ബിൽ ബോർഡ്സ് വെച്ചു. ഈ 10 ബിൽ ബോർഡ്സ് വെച്ചതിന് ശേഷം റവന്യൂ ഇൻക്രീസ് ആയി.
പക്ഷെ നമുക്ക് അറിയില്ല ഇത് ഏത് ബിൽ ബോർഡ്സിനാണ് വർക്ക് ആയതെന്നുള്ളത്. ഇനി കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാം. 10 ബിൽ ബോർഡ്സ് തമ്പാനൂരും വെച്ചു. അതേ സമയത്ത് തന്നെ നമ്മൾ ഈ ട്രിവാൻഡ്രം സർക്കുലേറ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പറിൽ 5 ദിവസം ഫ്രണ്ട് ലൈൻ ആഡ്സും വാങ്ങിച്ചു, ഫ്രണ്ട് പേജ് ആഡ്സും വാങ്ങിച്ചു. റവന്യൂ സ്പൈക്കപ്പ് ചെയ്തു. പക്ഷെ നമുക്കൊരിക്കലും അറിയില്ല ഏത് ആടെന്നാ വന്നതെന്ന്. അപ്പം എവിടുന്നാ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വെരി മച്ച് പോസിബിൾ ആണ് ഈ മൾട്ടി ടച്ച് പോയിന്റ് ആട്രിബ്യൂഷനിൽ. അല്ല, എവറി ക്ലിക്ക് കാൽക്കുലേറ്റഡ് ആണ്. അപ്പോൾ എവിടുന്ന് കൺവേർഷൻസ് വന്നു, ഏത് സമയത്ത് വന്നു. ചിലപ്പം ചില ആഡ് വുഡ് ബി ഗ്രേറ്റ് ഇൻ ബ്രിങ്ങിങ് റവന്യൂ, പക്ഷെ ആ ആഡ് ചിലപ്പം എനിക്ക് തന്നെ ഒരു B2B ഡിജിറ്റൽ പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ വരുന്നത് നൈറ്റ് 10 o'clock തൊട്ട് മോർണിംഗ് ഒരു 9 AM വരെയാണ്. അപ്പോൾ 10 PM ടു 10 AM ആണ്. പിന്നെ അത് ഞാൻ റാഷണലൈസ് ചെയ്യാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്. കാരണം ബിസിനസ് ഓണേഴ്സ് ആ സമയത്താണ് ആക്ഷൻ എടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതർ ടൈംസ് അവർ ദേ ആർ ബിസി ഇൻ ബിൽഡിങ് ദെയർ ടീം. അപ്പം ഇത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു ആഡ് ക്ലിക്ക് ചെയ്തത് എപ്പോൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഷോപ്പിഫൈയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു പെർച്ചേസിൻ്റെ ആട്രിബ്യൂഷൻ എടുക്കുന്ന സമയത്ത്, കൺവേർഷൻ പാത്ത് എടുക്കുന്ന സമയത്ത് ഇത് എത്രാമത്തെ സെഷനിലാണ് ബുക്ക് ചെയ്തത്, ഫസ്റ്റ് സെഷൻ എത്ര സമയത്തായിരുന്നു. അപ്പോൾ അതിലൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയ സമയത്ത് ഞാനിപ്പോൾ ഈ സെയിം കേസിൽ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. രാത്രിയാണ് അവർ ആഡ് കാണുന്നത്. ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ദ ബ്രാൻഡ് ഹാസ് ആപ്പൻഡ് അറ്റ് മേ ബി 10 AM ലൈക്ക് നൈറ്റ് വൈൽ ദേ വർ സ്ക്രോളിങ് ഫോൺ, ബെഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത്. ആക്ഷൻസ് ഉണ്ടായിരുന്നത് മോർണിംഗ് ആയിരുന്നു. അപ്പം നമ്മളൊരു റോങ് ഡിസിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. മോർണിംഗ് ആണ് കൺവേർഷൻസ് കാണുന്നത്, മോർണിംഗ് മാത്രം ആഡ് റൺ ചെയ്യുക. പക്ഷേ ഇൻട്രൊഡക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് പുള്ളി വിചാരിച്ച് ഓക്കെ നമ്മൾ രാവിലെ ഫ്രീ മേ ബി സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇങ്ങനത്തെ സംഗതികളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക ഈ മൾട്ടിപ്പിൾ എവറി ടച്ച് ഉണ്ടാവും. ഇപ്പോൾ എത്ര ടച്ച് വേണം നമുക്ക്, ലൈക്ക് ചിലപ്പോൾ ചില പ്രൊഡക്റ്റിന് എനിക്ക് 20+ ടച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടച്ചിൽ ഫസ്റ്റ് ടച്ച് പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാമ്പയിൻ ഉണ്ടായിരിക്കുമല്ലോ, ഒരു അവയർനെസ് ക്യാമ്പയിൻ. അവിടെ നമ്മൾ ഒരിക്കലും റവന്യൂ മെഷർ ചെയ്യില്ല. അതൊരു ടച്ച് പോയിന്റ് ആണ്. ലൈക്ക് യുവർ ബ്രാൻഡ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ദർ, അത് മാത്രമേ മെഷർ ചെയ്യുള്ളൂ. അപ്പം ഇതൊരു ഫസ്റ്റ് ടച്ച് പോയിന്റ് ഉണ്ടാവും. പിന്നീട് നമുക്ക് വേറെ ടെസ്റ്റിമോണിയിൽ പോകുന്ന വേറെ ആഡ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരാൾ ഒന്ന് കണ്ട് പിന്നെ കണ്ടു പിന്നെ കണ്ടു പിന്നെ കണ്ടു, അങ്ങനെ ഒരു ചിലപ്പോൾ 10th or 7th ടച്ച് പോയിന്റിലായിരിക്കും അവർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ ടച്ചസ് ആണ്, ഏതൊക്കെ ക്യാമ്പയിൻസ് ആണ് വാല്യുബിൾ, ഏതൊക്കെ ക്യാമ്പയിൻസ് ആണ് വാല്യൂ ഡിറൈവ് ചെയ്യാത്തത്, ഇതൊക്കെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടി ടച്ച് പോയിന്റ് ആയിട്ട് ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ലീനിയർ മോഡൽ ഉണ്ട്, ടൈം ഡികെ മോഡൽ ഉണ്ട്, ഫസ്റ്റ് ക്ലിക്ക് ഉണ്ട്, ലാസ്റ്റ് ക്ലിക്ക് മോഡൽ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊസിഷൻ ബേസ്ഡ് ആയിരുന്നു ഇതുവരെ, പക്ഷേ ഇപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് മോഡൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ക്ലിക്കിന് കൊടുക്കണം ഫുൾ ആട്രിബ്യൂഷൻ, ലാസ്റ്റ് ക്ലിക്കിന് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നില്ല. AI ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാക്കും ഓക്കെ ദിസ് ഗൈ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ മെയിൻ റീസൺ യൂട്യൂബ് ക്യാമ്പയിൻ ആയിരുന്നു, സോ യൂട്യൂബ് ഗെറ്റ്സ് മെജോറിറ്റി ഓഫ് ദ ക്രെഡിറ്റ്. മറ്റെന്ത് സംഭവിക്കുന്നത്, സെർച്ച് ക്യാമ്പയിൻ എപ്പോഴും ഫുൾ ആട്രിബ്യൂഷൻ പോകും. ശരിക്കും എന്താ വെച്ചാൽ യൂട്യൂബ് ക്യാമ്പയിൻ റൺ ചെയ്തുകൊണ്ടാണ് പുള്ളിക്കാരൻ നമ്മുടെ ബ്രാൻഡ് തന്നെ കാണുന്നത്. അങ്ങനെ കണ്ടതുകൊണ്ടാണ് ആ ബ്രാൻഡ് പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് നമ്മളുടെ സെർച്ച് ആഡ് കണ്ടത്, അങ്ങനെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. നോക്കുമ്പോൾ സെർച്ച് ക്യാമ്പയിനിന് റവന്യൂ വന്നിട്ടുണ്ട്, പക്ഷേ യൂട്യൂബ് ക്യാമ്പയിനിൽ ഇല്ല. പക്ഷേ ഇൻ റിയാലിറ്റി യൂട്യൂബ് ആണ് ഈ ഒരു സെർച്ച് ട്രിഗർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺവേർഷൻ ഇനി ഒട്ടും മെഷർ ചെയ്യാൻ പറ്റും. ലൈക്ക് ജനറലി ഇത് ഇപ്പം തന്നെ മെഷർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആട്രിബ്യൂഷൻ മോഡൽ അനുസരിച്ച്. ഇപ്പോൾ ലാസ്റ്റ് ക്ലിക്ക് ആണെങ്കിൽ ഇത് ഗൂഗിൾ ആഡ്സിന് പോകും, സെർച്ച് ആഡ്സിന് പോകും, അതിൽ കിട്ടില്ല. ഫസ്റ്റ് ക്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആഡ്സിന് പോകും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്മാർട്ടായിട്ടുള്ള AI ഡ്രിവൺ മോഡൽ ആണെങ്കിൽ, ഡാറ്റ ഡ്രിവൺ മോഡൽ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഡാറ്റ ഡ്രിവൺ ആട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ക്രെഡിറ്റ്സ് പോകും. ഇതിപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റേഷന് ഇനിഷ്യലി എന്തൊക്കെയാണ്? ഓക്കെ, സോ 7 ഡേ ആട്രിബ്യൂഷൻ, 7 ഡേ ക്ലിക്ക്, 1 ഡേ ആട്രിബ്യൂഷൻസ് എടുക്കുക, ഡിഫോൾട്ട് ആട്രിബ്യൂഷൻ സെറ്റിംഗ് എടുക്കുക, എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ മെറ്റയിലാണെങ്കിൽ ആട്രിബ്യൂഷൻ കമ്പയർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഡിഫോൾട്ടായിട്ട് ഇത് സെറ്റ് ചെയ്യാം. നമ്മളൊരു സാധനം ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ മാത്രമേ കാൽക്കുലേഷൻ നടക്കൂ എന്നുള്ളൊരു വെറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് പെർ ലിങ്ക് ക്ലിക്ക് അല്ലെങ്കിൽ കോസ്റ്റ് പെർ ലീഡ് ഡിഫറെൻറ്റ് ആട്രിബ്യൂഷൻ മോഡലിൽ ഈവൻ ക്യാമ്പയിൻ സെറ്റ് ചെയ്തതിന് ശേഷം കമ്പയർ ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഡിഫോൾട്ട് 7 ഡേ ക്ലിക്ക്, 1 ഡേ വ്യൂ. സെയിം എനിക്കൊരു ക്ലയൻ്റ് ഉണ്ട്, ഓഫ്ലൈൻ ആണ്. അപ്പോൾ അവർക്ക് ഓഫ്ലൈൻ ഷോപ്പാണുള്ളത്. അപ്പോൾ സെയിൽസ് ആഡ് റൺ ചെയ്യും, സെയിൽസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പക്ഷേ ആഡിന്ന് വരുന്ന ലീഡ് നല്ല കൺവേർഷൻ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട് അല്ലേ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ആഡ് സ്റ്റോപ്പ് ചെയ്യില്ല,
അപ്പൊ ആ ഒരു ഇതിന് തന്നെ പറഞ്ഞ് പോയപ്പോഴാണ് ഈ ആർട്ടിഫിഷ്യൽ മോഡൽസ് മോഡൽ. അപ്പം ഇത് അതിനാണെന്നുണ്ടെങ്കിൽ മൾട്ടി ടച്ച് പോയിന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിന് MMA ആട്രിബ്യൂഷൻ മോഡൽസ് ഉണ്ട്. MMM ആട്രിബ്യൂഷൻ മോഡൽസ് ബേസിക്കലി ഒരു മാത്തമാറ്റിക്കൽ കോറിലേഷൻ ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ്. അതായത് ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ട്. സെയിൽസ് ആണ് അൾട്ടിമേറ്റ്ലി ഉള്ളത്. വേരിയബിൾ എ ഒരു റേഡിയോ ആഡ്സ് ആണ്, വേരിയബിൾ ബി പ്രിന്റ് ആഡ്സ് ആണ്, വേരിയബിൾ സി ലെറ്റ്സ് മേ ബി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഡ്സ് ആണ്. അപ്പം എങ്ങനെ ഇപ്പം നമുക്ക് ഇപ്പം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താ, രണ്ടെണ്ണം സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് വെച്ച് നോക്കുക. ലെറ്റ്സ് റേഡിയോ ആഡ്സ് മാത്രം വെച്ചിട്ട് റവന്യൂ എങ്ങനെ നോക്കുക. അപ്പോഴും ഈ ടൈം DK എന്ന് പറഞ്ഞൊരു സംഗതി വരുന്നുണ്ട്, കൺവേർഷൻ ലാഗ്. കാരണം റേഡിയോ ആഡ് ഇന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ അതിൻ്റെ റിസൾട്ട് വരില്ല. ഒരു കൺവേർഷൻ ഇപ്പം ഏത് ലീഡാണെന്നുണ്ടെങ്കിലും ഒരു 1 month റൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട്സ് വരുന്നത്. അതിപ്പം റിയൽ എസ്റ്റേറ്റ് ക്ലയൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലീഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 months ഉള്ളിൽ ആ റിസൾട്ട്സ് വരും. മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും വരിക. ഇന്ന് ലീഡ് വന്നിട്ട് നാളെ സൈറ്റ് വിസിറ്റ് ചെയ്ത് മറ്റന്നാളെ പേയ്മെന്റ് വരുന്നത് വളരെ കുറവാണ്. യെസ്. അപ്പം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ കമ്പനിയിൽ ഇത് ഒരിക്കലും പോസിബിൾ അല്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, റേഡിയോ മെയിൻറ്റെയിൻ ചെയ്യുക, ന്യൂസ് പേപ്പർ സ്റ്റോപ്പ് ചെയ്യുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ 3 റൺ ചെയ്യും. എന്നിട്ട് ഒരു 50 ഡാറ്റ പോയിന്റ്സ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് MMM മോഡൽ റൺ ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇമ്പാക്റ്റ് കാണാം. അതായത് ഒന്നും സ്റ്റോപ്പ് ചെയ്യേണ്ട. TVക്ക് എത്ര ആട്രിബ്യൂട്ട് ചെയ്യാം, അതുപോലെ ന്യൂസ് പേപ്പറിന് എത്ര ആട്രിബ്യൂട്ട് ചെയ്യാം, അതേപോലെ റേഡിയോക്ക് എത്ര ആട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് അപ്സ്കിൽ ചെയ്യാന്നുള്ളത് ഒരു ഇനി വരുന്ന ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ബാക്കി ക്യാമ്പയിൻ റൺ ചെയ്യാവുന്നതും ഒക്കെ വളരെ ഈസി ആയിട്ട് ഇനി AI വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് ChatGPT വളരെ ഈസി ആയിട്ട് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പം അതേപോലെ ഈസി ആയിട്ട് ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യും. അപ്പം ബെസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നിയറസ്റ്റ് മേ ബി ഉണ്ടാവാം. കാരണം നമ്മൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി കഴിഞ്ഞു. അപ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് AI റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല. സോ നമ്മൾ ഇനി ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആട്രിബ്യൂഷൻ മോഡൽ പ്രോപ്പറായിട്ട്, അതുപോലെ തന്നെ കസ്റ്റമർ ഹാപ്പിനെസ് നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്യാമ്പയിൻസ്. ഓക്കെ, അത് കസ്റ്റമർ ഹാപ്പിനെസ് ഡെഫിനറ്റ്ലി പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ റിട്ടൻഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്യാമ്പയിൻസ്, അതുപോലെ ആവറേജ് ഓർഡർ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്യാമ്പയിൻസ്. ഇപ്പോൾ ആവറേജ് ഓർഡർ വാല്യൂവിനേക്കാളും കൂടുതൽ ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ, റിപ്പീറ്റ് പർച്ചേസസ് ഇൻക്രീസ് ചെയ്യാനുള്ള ക്യാമ്പയിൻസ്, ഇങ്ങനത്തെ ക്യാമ്പയിൻസിലൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രാറ്റജി ബിൽഡ്. പിന്നെ കംപ്ലീറ്റ്ലി ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ്റെ അതേ സമയത്ത് തന്നെ ഇപ്പം ഏറ്റവും ഹൈ പേയിങ് ആയിട്ടുള്ളതാണ് മാർക്കറ്റിംഗ് ലെഡ് പ്രോസസ്. ആപ്പ് ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം സൊമാറ്റോ, സ്വിഗ്ഗി, അവരിലൊക്കെ ഒരാൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് സൈനപ്പ് ചെയ്ത്, ഇപ്പം ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു ക്യാമ്പയിനാണ് ഡേറ്റിംഗ് ആപ്പിൻ്റെ ആയിരുന്നു. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആക്ച്വലി ആധാർ കാർഡ് വെച്ചിട്ട് വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ID വെച്ചിട്ട് വെരിഫൈ ചെയ്യണം. ഞങ്ങളുടെ 60% ഡ്രോപ്പ്, 60 അല്ല, പീക്ക് ടൈമിൽ 90% ഡ്രോപ്പ് ആയിരുന്നു ആ സിംഗിൾ സ്റ്റെപ്പിൽ. അതായത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും, ഡേറ്റിംഗ് ആപ്പ് ആണല്ലോ ബേസിക്കലി, റിലേഷൻഷിപ്പ് ആപ്പാണ് അത്, ലൈക്ക് സംവെയർ ഇൻ ബിറ്റ്വീൻ മാട്രിമോണി ആൻഡ് ഡേറ്റിംഗ് ആപ്പ്. ഡിവോഴ്സ്ഡ്, വിഡോഡ് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പായിരുന്നു. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരു ചലഞ്ച് പറഞ്ഞാൽ വുമൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സൈനപ്പ് ചെയ്യുന്നത് കുറവായിരുന്നു. ഓക്കെ, അത് നമ്മൾ ഡാറ്റ റൺ ചെയ്തപ്പോൾ മാത്രമേ അത് മനസ്സിലായത്. അല്ല, ഒരു ഡിജിറ്റൽ മാർക്കറ്റർ അത് സ്പ്രേ ആണ്. ഓക്കെ, എല്ലാം കണക്ട് ചെയ്ത് ക്യാമ്പയിൻ റൺ ചെയ്ത് ടോപ്പ് ആണെന്ന് നോക്കി 100 ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷെ ഒരു ഫ്രം എ ഡാറ്റ അനലിസ്റ്റ് പോയിന്റാണ് മനസ്സിലാക്കുന്നത് ഈ മാച്ചിങ് ആപ്പ്, ഈ ആപ്പിൽ ഡേറ്റിംഗ് ആപ്പ് ഫങ്ഷൻ ചെയ്യുന്നത് മാച്ച് മേക്കിങ്ങിലാണല്ലോ. അപ്പം 100 men ഉണ്ടായി കഴിഞ്ഞാൽ മാച്ചിങ് പ്രോബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. 100 മെന്നും ഒരു 10 വുമൺ ആണെന്നുണ്ടെങ്കിൽ മാച്ചിങ് പ്രോബിലിറ്റി ഇല്ല. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഇപ്പോൾ എങ്ങനെ അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 30-70 ആക്കാം, അല്ലെങ്കിൽ ഒരു 40-60 ആക്കാം റേഷ്യോ അത്. അപ്പം വുമൺ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ക്യാമ്പയിന് വുമണിലോട്ട് മാത്രം ഡെലിവറി ചെയ്താവില്ല. അപ്പോൾ വുമണിൻ്റെ ഇമോഷൻസിലോട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആഡ്സ് കൊടുത്താലേ നമുക്ക് ഈ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ AI ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു സംഗതി അഡ്രസ്സ് ചെയ്തിട്ട് ക്യാമ്പയിനിൽ ഓട്ടോമാറ്റിക് ക്രിയേറ്റീവ് AI ചേഞ്ച് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ സേഫാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്താൽ. അതായത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നിന്ന് നിങ്ങളൊരു മാർക്കറ്റിംഗ് അനലിസ്റ്റിലോട്ട് ഡാറ്റ ഡ്രിവൺ, ഞാൻ പറഞ്ഞ പോലെ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നു. ഈ ആപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വുമൺ മെൻ വേണം,
ഇപ്പോൾ വുമണിനെ കൊണ്ടുവരണമെങ്കിൽ വുമണിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ലൈക്ക് എൻഗേജ്മെൻറ്റ് കിട്ടുന്ന രീതിയിലുള്ള ആഡ്സ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഈ സീക്വൻസസ് ഓക്കെ ഇപ്പോൾ വുമണിന് മേ ബി നമുക്ക് ഇവിടെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മേ ബി ഒരു സൈനപ്പ് പ്രോസസ്സ് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സൈനപ്പ് പ്രോസസ്സും മെന്ന് വേണമെങ്കിൽ ഇത്തിരി നമ്പർ വരുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ചൊന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രോസസ്സൊക്കെ വെച്ചിട്ട് കമ്പനിയുടെ അൾട്ടിമേറ്റ് ഗോൾ എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യിക്കുക എന്നുള്ളതായിരിക്കണം ഒരു മേ ബി ഇനി ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ചിന്തിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഒരു വാല്യുബിൾ സെഷൻ ആയിരുന്നു. ഓക്കെ അപ്പോൾ അമീൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. Okay. നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്.